ശരിക്കും പറഞ്ഞാൽ ഒരു അച്ചടക്കം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇത് നമ്മൾ ഇൻകം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യം വെച്ചാൽ നിങ്ങൾക്ക് ചിലവ് എത്രയിൽ നിർത്താൻ പറ്റും. ബാക്കിയുള്ള നമുക്ക് നാളെ തുടങ്ങി ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഈ പറഞ്ഞു അത് വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കണമെങ്കിൽ സീറോന്ന് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻകം വരുമോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇൻകം വരുന്നു, നിങ്ങളുടെ ചിലവ് എത്ര വരും, അപ്പോൾ ചിലവ് എത്ര വരും, ആ ചിലവ് എന്ന് പറഞ്ഞാൽ ഇൻകത്തേക്കാളും കുറവാണോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ പൈസ ഒരു മാസത്തേക്ക് എത്ര വരും, ആ ഒരു മാസത്തേക്കുള്ളത് കൃത്യമായിട്ടൊരു ബഫർ പൈസ എടുത്ത് വയ്ക്കുക, എമർജൻസി ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഫസ്റ്റ് അച്ചീവ് ചെയ്യേണ്ടത്. മാർക്കറ്റിൽ ലോങ്ങർ ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമി വളരുന്നതനുസരിച്ച്, രാജ്യത്തിൻ്റെ ഇൻഫ്ലേഷൻ കൂടുന്നതനുസരിച്ചിട്ട് ആ ഒരു പ്രതിഫലനം എന്ത് പറഞ്ഞാലും എല്ലാ ഐറ്റത്തിലും വരും. അത് സ്റ്റോക്കിലും വരും, പ്രോഫിറ്റബിലിറ്റിയിലും വരും. ആൻഡ് എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ കാര്യം വെച്ചാൽ ഒരു ഷോർട്ടർ ടൈമിൽ മാർക്കറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൈസ് തരും, പക്ഷേ ലോങ്ങർ ടൈമിൽ പ്രോഫിറ്റബിലിറ്റിക്ക് സമാനമായിട്ടുള്ള റിട്ടേൺ ആയിരിക്കും. പലപ്പോഴും നമുക്കൊക്കെ 20 വർഷത്തേക്ക് 30 വർഷത്തേക്ക് ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ നെക്ക് ടു നെക്ക് എടുക്കും ലോണൊക്കെ. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 50-80% ആൾക്കാർ ലോൺ എടുത്ത് വയ്ക്കും. എന്നിട്ട് ഒരു ജോലി പോകുകയാണെങ്കിൽ അപ്പോൾ അവർ പെട്ടുപോകും. നമ്മൾ കേരളത്തിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലോണിൻ്റെ അളവ് കൂടുതൽ. ഇപ്പം കുട്ടികളൊക്കെ ടൂറ് പോകാൻ ആൾക്കാർ ടൂറ് പോകാൻ പോലും ലോൺ എടുക്കുകയാണ്. പണം മാനേജ് ചെയ്യുന്ന ടൈമിൽ we need to understand inflation very clearly, we need to understand compound interest very clearly. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വീഡിയോ അവസാനിച്ച സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു നമ്മളൊരു പോഡ്കാസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു. അതിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഈ മണി ടോക്സ് അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് വെൽത്ത് മാനേജ്മെൻറ്റ് കാറ്റഗറിയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഇൻവെസ്റ്റർ അഡ്വൈസറും കൂടെയായ പെൻഡാഡ് സെക്യൂരിറ്റീസിൻ്റെ നിഖിൽ ഗോപാലകൃഷ്ണനാണ്. നിഖിൽജി നമസ്കാരം വീഡിയോയിലേക്ക്. സന്തോഷം. സോ നിഖിൽജിയെ കുറിച്ച് കേട്ടപ്പോൾ മണി ടോക്സ് എന്നൊരു യൂട്യൂബ് വീഡിയോയിലൂടെയാണ് ഞാനിങ്ങനെ കടന്നു പോയത്. അപ്പം അതിൽ ഇഷ്ടംപോലെ ആൾക്കാർക്ക് വെൽത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, വെൽത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ്, ആൾക്കാരുടെ കയ്യിൽ പലരും ചോദിക്കുന്ന എനിക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാവുന്ന രീതിയിൽ പറയുന്ന ആ ഒരു എല്ലാ കാര്യങ്ങളും ഒരു ഫുൾ സ്റ്റോപ്പ് എന്ന രീതിയിൽ നിൽക്കുന്ന ഒരു വീഡിയോ സീരീസ് ആയിരുന്നു പലതും നിഖിൽജിയുടെ മണി ടോക്സിലുണ്ടായിരുന്നത്. സോ നിഖിൽജിയുടെ ഈ വെൽത്ത് മാനേജ്മെൻറ്റ് എന്ന സീരീസിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഉണ്ടായ പ്രയോജനം എവിടെ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എങ്ങനെയായിരുന്നു? നിഖിൽജിയെ കുറിച്ച് പറയുമ്പോൾ നിഖിൽജി പണ്ട് തോംസൺ റൂട്ടേഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് കഴിഞ്ഞിട്ടാണ് പെൻഡാഡ് സെക്യൂരിറ്റീസ് എന്നൊരു ഫുൾ ടൈം ബ്രോക്കിങ്ങിൻ്റെ ഒരു സ്ഥാപനത്തിലേക്ക് തുടങ്ങിയതും അതിൻ്റെ അതിലേക്ക് വരാനുള്ള കാരണവും എങ്ങനെ പെട്ടെന്നൊരു ഫിനാൻസ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു പത്രത്തിൻ്റെ ആ ഒരു പത്രമാധ്യമം എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് മാറിക്കൊണ്ട് എങ്ങനെ ഒരു ബ്രോക്കിങ്ങിൻ്റെ ഇതിലേക്ക് മാറി എന്നും കൂടെ ഒന്ന് പറയാം. ഓക്കെ. അല്ല, താങ്ക് യു വിഷ്ണു, എന്നെ വിളിച്ചതിനും ഇങ്ങനെ സംസാരിക്കാനായിട്ട് തയ്യാറായതും. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ ഫാദർ LIC ഏജൻ്റാണ്. അപ്പോൾ വീട്ടിലെപ്പോഴും ഞാൻ 6ാം ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം ആൾക്കാരുടെ പ്രീമിയം അടയ്ക്കാനൊക്കെ പോയിരുന്നതാണ്. അതൊരു കാര്യം. പിന്നെ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ, പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ റോയിറ്റേഴ്സിൽ കയറി. പിന്നെയാണ് തോംസൺ റോയിറ്റേഴ്സ് ആയത്. അവിടെ ഒരു 10 വർഷം. അപ്പോൾ റോയിറ്റേഴ്സ് ആണെങ്കിലും പത്രമാധ്യമമാണെങ്കിലും ശരിക്കും നമ്മുടെ പണി സ്റ്റോക്ക് മാർക്കറ്റിലെ ഡാറ്റ സൂക്ഷിച്ച് വയ്ക്കുക. അതേമാതിരി ഡാറ്റ വെച്ചിട്ടുള്ള ഇപ്പോൾ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് കമ്പനികൾക്കൊക്കെ ഉള്ള ഡാറ്റ പ്രൊവൈഡേഴ്സാണല്ലോ നമ്മൾ. അപ്പോൾ അവരുടെ ആയിട്ടുള്ള സംസാരം, അവർക്കുള്ള ക്വയറീസ് ഹാൻഡിൽ ചെയ്യുക, അതൊക്കെയാണ് നമ്മുടെ പണി. അപ്പോൾ ഏഷ്യൻ മാർക്കറ്റ് ആണ് ഇക്വിറ്റിയിൽ ഞങ്ങൾ ചെയ്തിരുന്നത്. പിന്നെ കമ്മോഡിറ്റി ആണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ശരിക്കും മാർക്കറ്റിൽ നമ്മൾ 2005 തുടങ്ങിയിട്ട് തന്നെ ഉണ്ട്. പിന്നെ റോയിറ്റേഴ്സിൽ നിന്ന് വിട്ട് പെൻഡാഡ് തുടങ്ങാനായിട്ട് എൻ്റെ MBA റൂംമേറ്റ്സ് അവരാണ് ആദ്യം സബ് ബ്രോക്കേഴ്സായിരുന്നു. അപ്പോൾ അവർ ബ്രോക്കിംഗ് ഫേം തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പെൻഡാഡ് എന്നുള്ളൊരു ആശയമായിട്ട് വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ CEO ആയിട്ട് വന്നു. അപ്പോൾ ഒരു പീപ്പിൾ മാനേജ്മെൻറ്റ് സൈഡാണ് ഞാൻ ആദ്യം നോക്കിയിരുന്നത്. പിന്നെ അന്ന് പലപ്പോഴും നമ്മൾ ഈ ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാമുകൾ എടുക്കാനായിട്ട് ഓരോ കമ്പനികളിൽ പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ നമ്മളിതെല്ലാം വിളിച്ച് ചെല്ലും. ഇപ്പോൾ ബോംബെയിലായിരുന്നപ്പോൾ ഞങ്ങൾ കുർളയിൽ കലീനഗിലൊക്കെ ആയിരുന്നു. എന്നിട്ട് ദൂരമുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ബോറിവലിയിലൊക്കെ പോയിട്ട് സെഷൻ എടുക്കാൻ പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ 1-2 പേരുണ്ടാവും. നമ്മൾ ഇത്രയും വണ്ടി ഓടിച്ച് പോയിട്ട് എത്രയും ദൂരമുണ്ട്. അവിടെ എത്തിയിട്ട് വരുമ്പോൾ ആൾക്കാരില്ല. പിന്നെ പല സ്ഥലങ്ങളിലും പോയിട്ട് ഇങ്ങനെ സെഷൻ നടത്തും, ആൾക്കാരും ഉണ്ടാവില്ല. അത് കാരണം വെച്ചാൽ ഇതൊരു HR-ൻ്റെ ഇനീഷ്യേറ്റീവായിട്ട് ചെയ്യണം. അപ്പോൾ ആരും അങ്ങനെ വരുന്നില്ല. അപ്പോൾ ഇതിനുള്ളൊരു പ്രതിവിധിയായിട്ടാണ് വിചാരിച്ചത്. ഇപ്പോൾ ആ ടൈമിൽ കുറച്ച് ആൾക്കാരൊക്കെ വീഡിയോ ഇടാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് ഈ പറയാനുള്ള വീഡിയോയിൽ പിടിച്ചിട്ട് ഇട്ടുവിടുക, എന്നിട്ട് ആരെങ്കിലും കണ്ടോട്ടെ. അങ്ങനെയാണ് വൈഫാണ് എൻ്റെ ഫസ്റ്റ് ക്യാമറ പേഴ്സൺ. അപ്പോൾ അങ്ങേര് പിടിച്ചിട്ടിട്ടാണ് ചെയ്തത്. പിന്നെ
കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊന്നും കൂടി നന്നാക്കണം. അങ്ങനെ നമ്മളൊരു Serious ആയിട്ട്. ഔട്ട്സോഴ്സ് ചെയ്തു ക്യാമറ ഒക്കെ ചെയ്യാൻ, കണ്ടൻറ്റ് നമ്മുടെയുമായിട്ട്. അങ്ങനെയാണ് മണി ടോക്സ് വിത്ത് നിഖിൽ വന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ബേസിക് കാര്യം. ഇപ്പോൾ എനിക്കിപ്പോൾ എപ്പോഴുള്ള കാര്യമാണ്, നമ്മൾ ഈ ഷെയർ മാർക്കറ്റ് പറയണേക്കാളുപരി ആഫ്റ്റർ ഓൾ മണിയാണല്ലോ എല്ലാത്തിൻ്റെയും കാര്യം. അപ്പോൾ ചിലപ്പോൾ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് പറയണം. അപ്പോൾ എനിത്തിങ് അറൗണ്ട് മണി, അത് നല്ല മണി, ചീത്ത മണി, അങ്ങനത്തെ, ഇനി അതിൽ സൈക്കോളജി എല്ലാവരും പറയണം എന്നുള്ള രീതിയിലാണ് മണി ടോക്സ് എന്നുള്ള രീതിയിൽ തന്നെ തുടങ്ങിയത്. ആൻഡ് അത് കഴിഞ്ഞപ്പോൾ ആൾക്കാരും നമ്മളെ ഇത് ഞാൻ ഇംഗ്ലീഷിൽ നടത്തി, മലയാളത്തിൽ നടത്തി. അപ്പോൾ നമ്മുടെ മല്ലു ഇംഗ്ലീഷ് കേട്ടിട്ട് ആൾക്കാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. അപ്പോൾ ഇംഗ്ലീഷ് അത്ര അധികം ഇപ്പോൾ ഇംഗ്ലീഷ് ഞാൻ ഇടാറില്ല. മലയാളത്തിലുള്ളത് അത്യാവശ്യം നന്നായിട്ട് ആൾക്കാർ കാണാൻ തുടങ്ങി, നല്ല റീച്ച് ഉണ്ടായി. അപ്പോൾ അത്രയും നാൾ നമ്മൾ ബോംബെയിലായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ പെൻഡാട് ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇവൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു, കൊച്ചിയിൽ, കോഴിക്കോട്, എല്ലായിടത്തും. അപ്പോൾ ഞങ്ങൾ എല്ലാത്തിനെയും ക്ലോസ് ചെയ്തിട്ട് കൺസോൾട്ടേറ്റ് ചെയ്ത് കൊച്ചിയിൽ മാത്രമാക്കി. അപ്പം ഞാനെന്താണോ വീഡിയോയിൽ പറഞ്ഞത് അതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 50% ക്വാളിറ്റിയിൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ ആൾക്കാർക്ക് അത്യാവശ്യം മനസ്സമാനമായിട്ട് പൈസ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പലരും എന്നോട് ബ്രാഞ്ച് തുടങ്ങണം എന്ന് പറയുമ്പോഴും എനിക്ക് താല്പര്യം, ഒരു സെൻട്രലൈസ് സ്ഥലത്താണെങ്കിൽ നമ്മളുടെ ഒരു ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ ഒരു പ്രോസസ്സ് ഒന്നായിരിക്കും, എല്ലാവരും ഒരേപോലെ മാനേജ് ചെയ്യുന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ ഇവൻ കൊടുക്കുന്ന ഫണ്ടാണെങ്കിലും നമ്മൾ റെക്കമെൻഡ് ചെയ്യണം എന്നെ കൊടുക്കുകയുള്ളൂ, പിന്നെ ആ പ്രോസസ്സ് ഇതിലുള്ളത് മാത്രമേ കൊടുക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യാനും പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇത് ചെയ്തത്. അപ്പോൾ ഒരു കോമ്പിനേഷനാണ് ശരിക്കും. നമ്മൾ മണി ടോക്സിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നു, പെൻഡാഡിൽ ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് നമ്മൾ ഈ ആ ഒരു ഫിനാൻസ് ഫീൽഡിൽ നിന്ന് ഒറ്റയടിക്ക് ബ്രോക്കറിലേക്ക് മാറിയ സമയത്തുള്ള അവിടുത്തെ ഒരു അപ്രോച്ചും ഇവിടുത്തെ അപ്രോച്ചും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ ആക്ച്വലി. അത് നല്ല രീതിയിൽ ഒരു പെട്ടെന്ന് മണി ടോക്സ്, അതെ, അവിടെ നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്തും ഒറ്റയടിക്ക് നമ്മൾ മണി ടോക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? ഈസി ആയിരുന്നു? അത് ശരിക്കും ഭയങ്കരമല്ലേ. കാരണം അത് ഈസി ആയിരുന്നു എന്ന് വെച്ചാൽ ഈസിയാണ്. കാരണം എനിക്ക് ഇപ്പം ശരിക്കും ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അച്ഛൻ്റെ കൂടെ അന്ന് എന്നെ LIC ഏജൻസിയിൽ കൂടിക്കൂടെ എന്നുള്ളത് അച്ഛനും പറയാൻ നിൽക്കുകയായിരുന്നു. ഇങ്ങനെ നീ MBA കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നോ എന്നുള്ളത് പറയാൻ നിൽക്കുന്ന ടൈമിലാണ് ഞാൻ ഇൻ്റർവ്യൂവിനെ കിട്ടി, ജോലി കിട്ടിയെന്നും പറഞ്ഞിട്ട് ഞാൻ പറയണത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി ഏതായാലും ജോലി കിട്ടിയില്ല. അപ്പോൾ അച്ഛന് സന്തോഷമായി അത് അവിടെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ. അത് പക്ഷേ നമ്മളെപ്പോഴും ഒരു ഇൻഫോർമേഷൻ കമ്പനിയല്ലേ. നമ്മൾ ലോകത്തിലുള്ള എന്ത് ഇൻഫോർമേഷൻ ഉണ്ടെങ്കിലും അവിടെ ഉണ്ട്. പക്ഷേ ഇൻഫോർമേഷൻ നമ്മൾ ഉപയോഗിക്കണില്ല. വി ആർ ജസ്റ്റ് പ്രൊവൈഡിങ് ദി ഇൻഫോർമേഷൻ. വി ആർ സിറ്റിംഗ് വിത്ത് ഹെൽ ലോട്ട് ഓഫ് ഇൻഫോർമേഷൻ. ഡോട്ട് കണക്ഷൻ മാത്രമേ ഒരു പക്കാ എല്ലാ ഇപ്പോൾ ഈ പ്രൈസിൻ്റെ വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ഈ ഗ്രാഫിൽ വ്യത്യാസം വന്നാൽ ഈ എന്തുകൊണ്ട് നടന്നു അത് നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ ന്യൂസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ ഞാൻ അന്നൊക്കെ പറഞ്ഞൊരു ജോക്ക് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ പറയണം, ഇപ്പോൾ ഏതെങ്കിലും എക്സ്ചേഞ്ച്, ഇപ്പോൾ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ ടൊറോണ്ടോയിലോ അവിടെയൊക്കെ പ്രൈസിൽ എന്തെങ്കിലും ഡ്രോപ്പ് വന്നു. അപ്പോൾ ചിലപ്പോൾ യൂറോപ്പിലേക്ക് ക്ലയൻറ്റ് ചോദിക്കും എന്താണിത് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് വെരിഫൈ ചെയ്യണം ഈ പ്രൈസ് കറക്റ്റ് ആണോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അതിന് ചില ടൈമിൽ നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ നമ്മുടെ സീനിയേഴ്സൊക്കെ കളിയാക്കി പറയും ഈ ഗൂഗിളിന് ഡാറ്റ കൊടുക്കണം നമ്മളാണ്, എന്നിട്ട് നിങ്ങൾ എന്തിനാ ഗൂഗിളിൽ പോയി നോക്കുന്നത്. സോ വി ഹാവ് ടു കോൾ ദ എക്സ്ചേഞ്ച് ആൻഡ് ആസ്ക് ഇത് കറക്റ്റ് ആണോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇവൻ അപ്പോൾ സോ വി വർ ബോദർ അബൌട്ട് ഓൺലി ഡാറ്റ ആക്യുറസി. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പഴയത് എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ്, ഇത് വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ്. സോ ദാറ്റ് അപ്പോഴേക്ക് മനസ്സിലായത്. അന്നൊക്കെ എനിക്ക് വിചാരമൊന്ന് നമ്മുടെ ഒരു പ്രൊഡക്റ്റൊക്കെ ഉണ്ടായിരുന്നു, ആ പ്രൊഡക്റ്റ് ഭയങ്കര കാശാണ്. അപ്പോൾ സിറ്റി ബാങ്കും JP മോർഗനൊക്കെ നമ്മുടെ നിന്ന് 100,000 ഒക്കെ ടെർമിനൽസ് വാങ്ങുന്നത്. അന്നൊക്കെ വിചാരിക്കും ഇത് ഇവരാണ് ഇത്രയധികം കാശ് കൊടുത്തിട്ട് നമ്മുടെ വാങ്ങണമെന്ന് നമ്മൾ വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് ഇതിൻ്റെ വാല്യൂ എന്താണെന്ന്. അത് ഭയങ്കര ഒരു തിരിച്ചറിവായിരുന്നു ഇവിടെ വന്നപ്പോൾ. യൂഷ്വലി ആൾക്കാരുടെ ഇടയിൽ എപ്പോഴും എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരു പൈസ ഉണ്ടാക്കണം. മെജോറിറ്റി ആൾക്കാർക്കും മണി എവറിത്തിങ് എൻസ് വിത്ത് മണി എന്നാണല്ലോ. പലരും പറയുന്നത് വെച്ചാൽ പൈസ ഉണ്ടെങ്കിൽ എന്തും ഈ ലോകത്ത് സാധിക്കും, അതായത് ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും പൈസ ഉണ്ടെങ്കിൽ പോകും എന്നൊക്കെ പറയും. സോ യൂഷ്വലി നല്ല ഒരു എന്താണ് ഏർണിങ്സ് ആയിട്ടുള്ള പല ആൾക്കാർക്ക് ഒരു ഫിനാൻസിൽ അങ്ങനെ ഒരു ക്രെഡിബിലിറ്റിയോ അല്ലെങ്കിൽ ഒരു ഇല്ല. എന്തുകൊണ്ട് പല ഹെവി ആയിട്ട് നല്ല സാലറി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പോലും ഒരു നല്ലൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? അത് ഭയങ്കര ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നിഖിൽജി എടുത്ത് ഇങ്ങനെ വരുമ്പോൾ നിഖിൽജി അത് എങ്ങനെ അപ്രോച്ച് ചെയ്ത് വരുന്നതാണ്? അല്ല, വിഷ്ണുവിൻ്റെ ഒക്കെ തന്നെ ഇപ്പോൾ വിഷ്ണുവിന് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴെങ്കിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ വിഷ്ണു വളരെ ക്ലിയറാണ്. റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്തിട്ടാണ് ഈ പണി മൊത്തം എടുക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മുടെ ഇൻഡിവിജ്വൽ ഫിനാൻസിലും റിസ്ക് മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്.
ഇപ്പോൾ ഞാൻ ചില ടൈമിലൊക്കെ പണ്ടൊക്കെ നമ്മൾ ഓരോ ക്ലയൻസിൻ്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് ചില ക്ലയൻസൊക്കെ എടുത്ത് പറയും, ഈ പോർട്ട്ഫോളിയോ മാനേജറുടെ പോർട്ട്ഫോളിയോ ആണ് ഇങ്ങനെ ഇത്ര അധികം റിട്ടേൺ തന്നു, നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ തരാൻ പറ്റുമെന്ന്. അല്ലെങ്കിൽ ചിലവർ പറയും, ഈ എഫ് ഡിയിൽ ഇത്ര റിട്ടേൺ കിട്ടുന്നുണ്ട്, എനിക്ക് ഈ മാർക്കറ്റിൽ എഫ് ഡിനേക്കാളും കുറവ് റിട്ടേൺ ആണ് തന്നേക്കുന്നത്, പിന്നെ ഞാൻ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻഡിവിജ്വലിനെ നോക്കിയിട്ട്, ഇപ്പോൾ പേഴ്സണൽ ഫിനാൻസ് അല്ലേ പറയണം, അപ്പോൾ ഈ ഫിനാൻസിനേക്കാളും ഇമ്പോർട്ടൻറ്റ് പേഴ്സണാണ്. അപ്പോൾ പേഴ്സണിൻ്റെ ആവശ്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അങ്ങേർക്ക് എന്ത് വേണമെന്ന് പറയില്ല. ഇപ്പോൾ ഏത് മ്യൂച്വൽ ഫണ്ടാണ്, ഏത് PMS ആണ്, ഏത് സ്റ്റോക്കോ വാങ്ങണേന്ന് പറഞ്ഞേക്കാളും മുന്നേ ആ ഇൻഡിവിജ്വൽ ആരാന്ന് മനസ്സിലാക്കിയിട്ട് വേണം അങ്ങേർക്ക് അത് വേണോ വേണ്ടതെന്ന് പറയാനായിട്ട്. അത് ഭയങ്കര, ഇപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ലോണൊക്കെ എടുത്ത് വെക്കണ്ടാവും. ഇപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലോണിൻ്റെ അളവ് കൂടുതലുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ ടൂറ് പോകാൻ ആൾക്കാർ ടൂറ് പോകാൻ പോലും ലോൺ എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്, ഇപ്പോൾ ചില യൂട്യൂബ് വീഡിയോ പിടിക്കുന്ന ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയും, ഞങ്ങൾ ലോൺ എടുത്തിട്ടാണ് ഇവിടെ പോയി ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു പറഞ്ഞത്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് ചെയ്യണം, ആസ് എ ക്യാപിറ്റൽ. അവർ ആ വീഡിയോ പിടിച്ചിട്ട് യൂട്യൂബിലിട്ടിട്ട് അവർ റവന്യൂ ഉണ്ടാക്കിയാണ്. ഇത് നമുക്ക് യാതൊരു പ്രയോജനം ഇല്ലാണ്ട് നമ്മൾ പോയിട്ട്, ഞാൻ പറഞ്ഞ ടൂർ പോകണം എന്നുള്ളത് എനിക്ക് നോ ഡൗട്ട് പോകണം, പക്ഷെ അത് ലോൺ എടുത്ത് പോകുമ്പോൾ ഇറ്റ്സ് എ ടഫ് തിങ്. ഇനി അതുമല്ല, ഹൗസിംഗ് ലോൺ എടുക്കണം. ഇപ്പോൾ പലപ്പോഴും നമുക്കൊക്കെ 20 വർഷത്തേക്ക് 30 വർഷത്തേക്ക് ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ നെക്ക് ടു നെക്ക് എടുക്കും ലോണൊക്കെ. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 50-80% ആൾക്കാർ ലോൺ എടുത്ത് വയ്ക്കും. എന്നിട്ട് ഒരു ജോലി പോകുകയാണെങ്കിൽ അപ്പോൾ അവർ പെട്ടുപോകും. എനിക്ക് പണ്ടൊരിക്കലും ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ടൈമിൽ, അന്ന് ഞാൻ ജസ്റ്റ് പെൻഡാട് തുടങ്ങിയിട്ടുള്ളൂ. ആ ടൈമിൽ ഒരു കുട്ടി, ചെറിയ കുട്ടി, ആ കുട്ടി വർത്തമാനം പറയണില്ല. അപ്പോൾ എനിക്കും മോളുണ്ട്. അപ്പോൾ നമ്മുടെ കൊച്ച് ഇത്തിരിയൊക്കെ വർത്തമാനം പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേരൻസ് എന്നോട് വിഷമം പറയുന്നു, നമ്മുടെ കൊച്ച് വർത്തമാനം പറയാനുള്ള കാരണം വെച്ചാൽ വീട്ടിൽ അമ്മൂമ്മയാണ് നോക്കണം, അമ്മൂമ്മയ്ക്ക് കുട്ടീനോട് അധികം വർത്തമാനം പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ് അമ്മനോട് ജോലി വിട്ട് കുട്ടീനെ നോക്കുകയാണെങ്കിൽ വീട്ടിനോട് കൊച്ചിനോട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു വർത്തമാനം പറയത്തറേ. പക്ഷേ അവർ പറഞ്ഞു എനിക്കത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, കാരണം ലോണുണ്ട്. അപ്പോൾ ഈ അമ്മയും അച്ഛനും ഒരുമിച്ച് ജോലി വിട്ട് കഴിഞ്ഞാൽ അവർ EMI അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഇവർ ഇതൊന്നും പ്ലാൻ ചെയ്യാണ്ടാണ് ലോൺ. അപ്പോൾ ഈ അമ്മയ്ക്ക് പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും ഈ ജോലി വിട്ടാൽ മതി എൻ്റെ കൊച്ചിനെ നോക്കാനായിട്ട്. പക്ഷേ അവർ തന്നെ പറഞ്ഞു എനിക്കിത് ലോണ്, എനിക്കത് ചെയ്യാൻ പറ്റാത്തൊരു. അപ്പോൾ ഇതിൽ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇവരുടെ ഇൻകം എത്രയാണ്, ഇവരുടെ എക്സ്പെൻസ് എത്രയാണ്, ഇനി ലോൺ എടുക്കണമെങ്കിൽ ലോൺ എത്ര % എടുക്കണം. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിന് പറ്റിയത് എന്താണ്. ഇപ്പോൾ നമ്മൾ കല്യാണം കഴിക്കണ മാതിരി തന്നെ, ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ വിഷ്ണുവിനും എനിക്കൊക്കെ കല്യാണം കഴിക്കുന്ന ടൈമിൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു, അന്ന് കണ്ട ഏതെങ്കിലും ഒരു അപ്സരസായിട്ടുള്ള സിനിമ നടിയുടെ പോലത്തെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്നാണ്. പക്ഷേ നമ്മൾ ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കി, ഇതെല്ലാം നോക്കി, അറേഞ്ച് മാരേജ് ആണെങ്കിൽ അങ്ങനെ, ഇവൻ പ്രേമിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ, അല്ലാതെ ലവ് ബ്ലൈൻഡ് ഒന്നല്ല, പക്ഷേ ദർ ഈസ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ കുട്ടിയോട് സംസാരിക്കാൻ പറ്റുമ്പോൾ നമുക്ക് നമ്മളായിട്ട് ഫ്യൂച്ചർ ഷെയർ ചെയ്യാൻ പറ്റിയ ആളാണെങ്കിലും നോക്കിയിട്ട് നമ്മൾ കല്യാണം കഴിക്കുള്ളൂ. ഇത് തന്നെയാണ് പണി അല്ലേ. എൻ്റെ വൈഫ് കേൾക്കട്ടെ, ഞങ്ങൾ പ്രേമമാകാൻ അല്ല, പ്രേമമാണെങ്കിൽ നമ്മൾ ആക്ച്വലി സ്പീക്കിംഗ് വി ആർ സ്ക്രീനിങ് ദാറ്റ്. ആ പ്രേമിക്കുന്ന ടൈമിൽ നമ്മൾ വി ആർ സ്ക്രീനിങ് ഇയാളായിട്ട് അറ്റ്ലീസ്റ്റ് എനിക്കൊരു 10 മണിക്കൂർ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാൻ പറ്റുമോ. ഇതൊക്കെ നമ്മൾ അൺകോൺഷ്യസ്ലി സ്ക്രീൻ ചെയ്യുന്നുണ്ട്. ഒരു മണി കേസിലാണെങ്കിൽ എനിക്ക് അടുത്ത 2 വർഷത്തേക്ക് EMI അടയ്ക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് നമ്മൾ വേണം അറ്റ്ലീസ്റ്റ് അതെങ്കിലും നോക്കിയിട്ട് ലോൺ എടുക്കാനായിട്ട്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന ടൈമിൽ അതൊക്കെ നോക്കുന്നുണ്ടായിരിക്കും. ഈ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന ടൈമിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഐഫോൺ വാങ്ങുന്ന ടൈമിൽ, ഇപ്പോൾ ഈ ഐഫോണൊക്കെ നമ്മൾ ചിലപ്പോൾ ആലോചിക്കും, എത്രയോ ആൾക്കാർ ഐഫോൺ വാങ്ങുന്ന ടൈമിൽ എനിക്കത് തിരിച്ചടയ്ക്കാൻ പറ്റുമെന്ന് പോലും അറിയാം, വളരെ ചിന്തിക്കാറില്ല. ഈവൻ ഹോം ലോൺ എടുക്കുന്ന ടൈമിൽ ഇപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ഇന്നും കൂടി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരാളായിട്ട്. അപ്പോൾ ആൾ പെട്ടെന്ന് പറഞ്ഞു എനിക്ക് ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇങ്ങനെ ലോൺ എടുക്കുക, ഇങ്ങനെ ലോൺ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കുറി വിളിച്ചിട്ട് ലോൺ എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നോ കുറി വിളിച്ചിട്ട് ലോൺ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറി വിളിച്ചാൽ അന്ന് കുറി ലോണായില്ലേ. അപ്പോൾ ആൾ പറഞ്ഞാൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ 2.5 ലക്ഷമാണ്, അപ്പോൾ 50,000 എനിക്ക് EMI വരുള്ളൂ. അപ്പോൾ നിഖിൽ പറഞ്ഞ % കറക്റ്റ് അല്ലേ ഇത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എത്ര രൂപയ്ക്ക് നിങ്ങൾ കുറി വിളിക്കുന്നുണ്ട്? 50 ലക്ഷത്തിന് കുറി വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആൾ ഏകദേശം ഒരു 50 ലക്ഷത്തിന് വിളിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 1.5 ലക്ഷത്തെ കുറി അടയ്ക്കണം. അപ്പോൾ 1.5 + 50,000 2.5 ലക്ഷത്തിൽ 2 ലക്ഷം രൂപ ലോണാണ് എന്ന് വെച്ചാൽ എത്ര, അപ്പോൾ 80% ലോണല്ലേ. അപ്പോൾ അത് ഭയങ്കര വലിയ ലോൺ ട്രാപ്പല്ലേ വേണം. അപ്പോൾ ഇതിനിടയിൽ ഇതൊക്കെ വെരി ഗുഡ്, പക്ഷേ ഇതിനിടയിൽ ഒന്ന് ജോലി മിസ്സായി.
പെട്ടുപോയില്ലേ? അപ്പോൾ ഈ റിസ്ക് മാനേജ്മെൻറ്റ് ഇൻഡിവിജ്വൽ വെൽത്ത് മാനേജ്മെൻറ്റിൽ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലരും അത് മടിക്കും. പക്ഷേ അവർ ചിന്തിക്കണമെന്ന് വെച്ചാൽ നാളെ എനിക്കൊരു വീട് എടുക്കണം, എനിക്ക് നാളെ വീട് വാങ്ങിച്ച് എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ അതിന് ശേഷം വരുന്ന ഒരു 6 മാസം ഇതെങ്ങനെ ഒരു 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 ചെറിയൊരു അടവ് മിസ് ചെയ്ത് ഒന്നും വേണ്ട, കമ്പനി പറയുന്നത് 30% സാലറി കുറച്ചെന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞോടെ. അല്ല ഭയങ്കരമായിട്ട് ഈ ലോണ് കുറയണം ഇത് അപ്പോൾ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇപ്പോൾ ഞാൻ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി എടുക്കുന്നവർക്കൊക്കെ അവയർനെസ് പ്രോഗ്രാം എടുക്കാനൊക്കെ പോകാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഇത് കഴിഞ്ഞിട്ട് വന്ന് പറയുന്ന ടൈമിൽ ഞാനെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, റേഷ്യോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻകം വെസേഴ്സ് EMI റേഷ്യോ എത്രയാണെന്നുള്ളത്. അപ്പോൾ ആ റേഷ്യോ നോക്കുമ്പോൾ പല ആൾക്കാർക്കും 60, ഇവൻ ചില ആൾക്കാർക്ക് 120% ഇരിക്കും. അത് കാരണം വീട്ടിൽ പശുവൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ 120%, പക്ഷേ അത് സ്റ്റക്കാവേണേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങി, ഇപ്പോൾ എത്രയോ ആൾക്കാർ, ഇപ്പോൾ ഞാൻ ലൈവിലൊക്കെ ഇരിക്കുമ്പോൾ എത്ര ആൾക്കാർ വിളിക്കുന്ന അറിയോ, 1 ലക്ഷം രൂപ ശമ്പളം, 1 ലക്ഷം രൂപയ്ക്ക് ലോണുണ്ട്, എന്നിട്ട് ഇവരങ്ങോട്ട് സ്റ്റക്കാവും. അപ്പോൾ ഇത് ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു, അപ്പോൾ ഇതിന് പലപ്പോഴും പറയുന്ന ഒരു തേർഡ് പാർട്ടി ഇരുന്നിട്ട് അത് പറഞ്ഞു കൊടുത്താലേ ഇത് ശരിയാവത്തുള്ളൂ. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കണ മാതിരി തന്നെ നിങ്ങൾ 100 ഇപ്പോൾ വിഷ്ണു ട്രേഡ് എടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ ഒരു പുതിയ ആൾക്ക് അവർ ചിലപ്പോൾ 150% ലിവറേജിലൊക്കെ പൈസ എടുക്കും. അതിൻ്റെ പേരിലാണ് പല ട്രേഡേഴ്സും പോണത്. പക്ഷേ ഞാൻ വിഷ്ണുവിനോട് ആത്മാർത്ഥമായിട്ട് വെക്കണമെങ്കിൽ എത്ര പെർസെൻറ്റേജിന് നിങ്ങൾ ട്രേഡ് എടുക്കും ഒരു ട്രേഡ് എടുക്കണമെങ്കിൽ? അത് അല്ലേ, അത് എന്തുകൊണ്ട് എടുക്കണം? നിങ്ങൾക്ക് 100% റിട്ടേൺ അല്ല, റിസ്ക് ആണ് നോക്കേണ്ടത്. നിങ്ങൾ അപ്പോൾ ഇതിന്റെ പേരിലല്ലേ ഇത് ചിലപ്പോൾ വിഷ്ണു ട്രേഡിങ് തുടങ്ങിയ ടൈമിൽ എടുത്തിട്ടുണ്ടാവും. അത് ആ സമയത്ത് പോയിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ഒരു മെച്യൂർഡായി പണികൾ തുടങ്ങിയപ്പോൾ യു ആർ സ്കെയർഡ് ആക്ച്വലി സ്പീക്കിംഗ്. കാരണം നമ്മൾ പഠിക്കും തോറും നമുക്ക് ഇതിനോട് പേടി വരെയുണ്ട്. നമുക്ക് അറിയും തോറും പേടി കൂടുന്ന സ്ഥലമാണ്. ഒരു കോഷ്യസ് യു നോ ദാറ്റ് ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. ഇപ്പൊ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടിയിൽ ട്രേഡ് എടുക്കാൻ പറ്റില്ല, നോബഡി. ആൻഡ് ഇത് തന്നെയല്ലേ 100% ഗ്യാരണ്ടിയിൽ നാളെയും കൊണ്ടാവുന്ന എന്ത് ഉറപ്പ്? അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഇതിനൊന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ആൻഡ് ഇതെപ്പോഴും നമ്മൾ ഇപ്പം ഞാൻ ആദ്യം ഫിനാൻഷ്യൽ പ്ലാൻ കിട്ടണമെങ്കിൽ എക്സൽ ഷീറ്റിൽ കുറേ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ എനിക്കും വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ എനിക്ക് എല്ലായിടത്തും പോയിട്ട് ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഇപ്പോൾ എത്രയോ ആൾക്കാർ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാൻ തുടങ്ങി, അന്ന് നിങ്ങൾ പറഞ്ഞതെല്ലാം മണ്ടത്തരമെന്ന് വിചാരിച്ചിരുന്നത്. ഇപ്പം എനിക്കൊരു സാമ്പത്തിക സ്ഥിതി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ പറയുന്നത് എങ്ങനെ ബഡ്ജറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ ഉറപ്പ് പറഞ്ഞു കമൻറ്റിൽ കുറേ ആൾക്കാർ വന്നിട്ട് അതിനെ ചീത്ത പറയായിരിക്കും. എനിക്ക് വളരെ കുറച്ച് ചീത്ത പറയാറുള്ളൂ. എൻ്റെത് ഭയങ്കര, കാരണം പറയണതിൽ നമ്മൾ ഈ ഒരു ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പറയുന്നതിൻ്റെ പേരിൽ പിന്നെയും ചില ആൾക്കാർ ഫ്രസ്ട്രേഷനിലാവും. കാരണം വെച്ചാൽ അവരുടെ ലൈഫിൽ നീങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ പറയണത് തെറ്റാണെന്ന് തോന്നിപ്പോവും. ഇപ്പോൾ പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതല്ലാതെ വേറെ കാര്യം. പക്ഷേ ഈ ബേസിക് കാര്യങ്ങൾ അറിയണമെങ്കിലും ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണ് ഒരു തേർഡ് പാർട്ടിയുടെ ആവശ്യം ഇതിലുള്ളത്, വെൽത്ത് മാനേജ്മെന്റ് ആവശ്യമുള്ളത്. പലരും പറയുന്ന വെച്ചാൽ പണം മാത്രം പോരാ, മൈൻഡ് സെറ്റ് ക്ലിയർ ആവണമെന്ന് പറയും പലരും. അതിനെ കുറിച്ച് എന്താണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം വെച്ചാൽ ഇപ്പം എനിക്ക് പൊതുവെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഓഫീസിൽ വിളിക്കുമ്പോൾ ഇവരുടെ ഒട്ടുമിക്കതും മൈൻഡ് സെറ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും. പൊതുവെ അങ്ങനെ അധികം ഗ്രീഡി ആയിട്ടുള്ളവരൊന്നും ഓഫീസിൽ വിളിക്കാറില്ല. കാരണം അവരൊന്ന് ഗ്രീഡി ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് മിക്കതും മനസ്സിലാവത്തില്ല. മനസ്സിലാവും. അപ്പോൾ പറഞ്ഞാൽ അവർ അത് കുറവല്ലേ, അതിൽ കൂടുതൽ കിട്ടില്ലേ, അതിൽ കൂടുതൽ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ പണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ എക്സാമ്പിളൊക്കെ പറയുമ്പോൾ ഞാനൊരു 10% 12% എക്സാമ്പിൾ പറയത്തുള്ളൂ. അപ്പോൾ ഈ പലപ്പോഴും ചില ആൾക്കാരൊക്കെ 20% പറഞ്ഞിട്ട് എക്സാമ്പിൾ പറയും. അപ്പോൾ എന്നോടൊരു ക്ലയൻറ്റ് പറഞ്ഞ കാര്യമാണ്, മറ്റേ ആൾ 20% പറയണ്ടല്ല, നിങ്ങൾ 12 പറഞ്ഞു. അതിൻ്റെ പേരിൽ ഞാൻ SIP തുടങ്ങിയപ്പോൾ അവിടെയാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഇപ്പോൾ പെൻഷൻ പറ്റിയ ടൈമിൽ ഗ്രാറ്റുവിറ്റി ഒരു പൈസ അധികം കിട്ടി. അപ്പോൾ ആ കാശ് നിങ്ങളുടെ അടുത്തിന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്താണ് സാറ് ഇതിനിവിടെ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് എനിക്ക് ഇത്രയും കാശുള്ളപ്പോൾ മൊത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടി, അപ്പം നിങ്ങളുടെ അടുത്താണ് കുറച്ചും കൂടി സേഫ് ആയിട്ട് തോന്നുന്നത്. എമൗണ്ട് കുറഞ്ഞിരിക്കുമ്പോൾ അവിടെ സേഫ്റ്റി അപ്പോൾ മറ്റേതായിരുന്നപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു, ഞാനും അദ്ദേഹവും പറഞ്ഞ ഒന്ന് തന്നെയാണ്. ആളും പറഞ്ഞ സാധ്യത, പക്ഷെ ഞാനിവിടെ കുറച്ചും കൂടി കോഷ്യസ് ആയിട്ട് പറഞ്ഞുള്ളൂ. 12 എന്ന് പറഞ്ഞാലും എനിക്ക് ഞാൻ പറഞ്ഞ വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് FD ഇടും, അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ടിൽ ഇടും, അല്ലാതെ മാർക്കറ്റിൽ വരല്ലേ.
കാരണം അത് നമുക്ക് 12% എന്തോ ഉറപ്പിച്ചാൽ പറയാൻ പറ്റില്ല. 5 വർഷത്തിലാണെങ്കിൽ ചിലപ്പോൾ പറയാം, ആ, അത് ഉറപ്പില്ല. അതൊരു ഹോപ്പ് നമുക്ക് പറയാം ഈ വർഷം ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ GDP ഗ്രോത്ത് ഇത്രയാണ്, ഇൻഫ്ലേഷൻ ഇത്രയാണ്, അപ്പോൾ ഓൾ പുട്ട് ടുഗദർ 5 to 7 years വി ക്യാൻ എക്സ്പെക്ട്. ഈ പറയുന്ന സാധനം എക്സ്പെക്ട് എന്നേ പറയുള്ളൂ. അപ്പോൾ ആ എക്സ്പെക്ടേഷൻ വെച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഷുവർ ഷോട്ടായിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഒരു ലാൻഡ് വാങ്ങണില്ല, എന്ത് ഷുവർ ഷോട്ട് ഉള്ളത്? ഒന്നുമില്ല. ഇപ്പം സ്വർണം വാങ്ങണില്ല, എന്ത് ഷുവർ ഷോട്ട്? ഇപ്പൊ പറഞ്ഞ ആൾക്കാർ ചിരിക്കും. ഇപ്പൊ അല്ല, കുറച്ച് ഇപ്പം 5500 സമയത്ത് ആൾക്കാരെ പറയും സ്വർണ്ണം $8000 പോകുന്നു, പവന് 25,000 പോകുന്നു. അപ്പൊ അന്ന് വാങ്ങിച്ചവരൊക്കെ ഇപ്പൊ നോക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ഒറ്റയടിക്കല്ല, ഒരു ദിവസം കൊണ്ടല്ലേ 12% ഇറങ്ങിയത്. ഇപ്പൊ മൊത്തം ഹൈ നോക്കുകയാണെങ്കിൽ 23% ലോ അടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയണു ഒരു ഷുവർ ഷോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഉറപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ആകെ ഷുവർ ഷോട്ട് എന്താ? 1 ഗ്രാം വാങ്ങിക്കഴിഞ്ഞാൽ 1 ഗ്രാം തന്നെ 10 കൊല്ലം കഴിഞ്ഞാലും കിട്ടണം. പക്ഷെ അതിൻ്റെ പ്രൈസ് ഇത്രയും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും സ്റ്റോക്കിലാണെങ്കിലും ചെയ്യുന്ന ടൈമിൽ ആ നമ്പർ ഓഫ് സ്റ്റോക്സോ നമ്പർ ഓഫ് യൂണിറ്റോ നമ്മുടെ അടുത്ത് ഉണ്ടാവും എന്നുള്ളതിൽ മാത്രമേ ഗ്യാരണ്ടി ഉള്ളൂ. അതിനാണ് റെഗുലേഷൻ. അല്ലാതെ നിങ്ങൾ വാങ്ങിയ പ്രൈസ് എത്രയെന്ന് ഉള്ളതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ പണവും ചിന്തയും നമുക്ക് സാധാരണ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിൽ ഒരു സീറോയിൽ നിന്ന് തുടങ്ങുന്ന ഒരാളുണ്ടാവും. ഇപ്പം ഒരാൾ സീറോയാണ്. ഞാൻ പറയുന്നു എന്താണ്, എനിക്കിനി എൻ്റെ കയ്യിൽ കിട്ടാനും എനിക്കില്ല, കൊടുക്കാനും ഒന്നുമില്ല, സീറോയാണ്. ഞാനിനി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതൊരു കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് ചിലർ പറയും. പക്ഷെ അത് നിഖിൽ ചെയ്ത് എങ്ങനെ കൈകാര്യം ചെയ്യും? ശരിക്കും എനിക്ക് ആകെ ഒരു ചോദ്യമേ ഉള്ളൂ, ഇനി നിങ്ങൾ ഇൻകം ഉണ്ടാക്കുമെന്ന്. വെറുതെ ഇരിക്കാൻ ഇൻകം ഉണ്ടാക്കുമെന്നുള്ളത്. ഇൻകം ഉണ്ടാക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. എനിക്ക് മൈനസ് ആണെങ്കിലും അവിടെ നിന്ന് തുടങ്ങാം. ശരിക്കും പറഞ്ഞാൽ ഒരു അച്ചടക്കം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇത് നമ്മൾ ഇൻകം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യം വെച്ചാൽ നിങ്ങൾക്ക് ചിലവ് എത്രയിൽ നിർത്താൻ പറ്റും. ബാക്കിയുള്ള നമുക്ക് നാളെ തുടങ്ങി ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഈ പറഞ്ഞു അത് വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കണമെങ്കിൽ 0 തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻകം വരുമോ? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇൻകം വരുന്നു, നിങ്ങളുടെ ചിലവ് എത്ര വരും? അപ്പോൾ ചിലവ് എത്ര വരും? ആ ചിലവ് എന്ന് പറഞ്ഞാൽ ഇൻകത്തേക്കാളും കുറവാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ പൈസ ഒരു മാസത്തേക്ക് എത്ര വരും. ആ ഒരു മാസത്തേക്കുള്ളത് കൃത്യമായിട്ടൊരു ബഫർ പൈസ എടുത്ത് വയ്ക്കുക, എമർജൻസി ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഫസ്റ്റ് അച്ചീവ് ചെയ്യേണ്ടത്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസും സാധനങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വയ്ക്കുക. ഇത് എത്തിക്കഴിഞ്ഞാൽ തന്നെ മനസമാനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടും. അതെനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അല്ല, വിഷ്ണുവിന് മനസ്സിലാവും. അപ്പോൾ കാരണം യു ഹാവ് ഗോൺ ത്രൂ ദിസ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ആ ഒരു സുരക്ഷിതത്വം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതാണ് ഫസ്റ്റ് തുടങ്ങേണ്ടത്. അല്ലാതെ ഏത് സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അതൊന്നല്ല ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ കിടക്കേണ്ടത്. നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി ഒരു റിട്ടയർമെൻറ്റ് ഡേറ്റ് വേണം, അതിനനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു തുടക്കം. ചിന്തിക്കാറില്ല. അല്ല, പലപ്പോഴും അത് ഈ പറഞ്ഞ സാധനങ്ങൾ അറിയാത്തവരാരുമില്ല, പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പറയില്ലേ, നമുക്ക് നാളെ ഇതൊക്കെ വേണം എന്നുള്ളത് അറിയാം, പക്ഷെ അത് നോക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു നല്ലൊരു ശരീരം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് കഴിക്കണതൊക്കെ ഒന്ന് നല്ല ഭക്ഷണമാക്കുക, പിന്നെ കാലത്തൊക്കെ എനിക്ക് ഒന്ന് എക്സസൈസൊക്കെ ചെയ്യുക. ഇതറിയാത്തവരാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് എത്ര പേര് ചെയ്യുന്നുണ്ട്? അവിടെയാണ് ജിമ്മ് തുടങ്ങും. ഒരു ന്യൂ ഇയർ ഏറ്റവും കൂടുതൽ പൈസ ജിമ്മ് വരെ ഉണ്ടാക്കുന്ന വർഷമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ പക്ഷേ കുറെ ആൾക്കാരൊക്കെ എനിക്കറിയില്ല, യങ്സ്റ്റേഴ്സ് കൂടെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഏജിലുള്ളവരൊക്കെ പലരും ആ റെസൊല്യൂഷൻ എടുക്കുന്ന പരിപാടി നിർത്തി, ജിം പേയ്മെന്റ് അടയ്ക്കണം നിർത്തി. കാരണം അറിയാം ഇത് നടക്കൂല എന്നുള്ളത്. അപ്പൊ പക്ഷേ ആ ഒരു നോയിങ് ആൻഡ് ഡൂയിങ് ആ ഡിഫറൻസ് ഉണ്ടല്ലോ, അവിടെയാണ്. ആൻഡ് ദാറ്റ് ഈസ് വെയർ ഇപ്പോൾ നമ്മുടെ വെൽത്ത് മാനേജ്മെന്റിൽ നമ്മൾക്കുള്ളൊരു ഗെയിം എന്ന് പറഞ്ഞാൽ, കാരണം ഇപ്പോൾ നമ്മൾ ഇതൊന്നും തുടങ്ങിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം കൂടുമ്പോൾ നമ്മൾ പിന്നെയും വർത്താനം പറഞ്ഞു, ദെൻ പ്ലാൻ വിൽ ചേഞ്ച്. അപ്പോൾ നമുക്ക് 2 കാര്യമുണ്ട്. ഇപ്പോൾ റിവ്യൂ നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ആസ്പിറേഷൻസ് മാറിയോ, അതനുസരിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വല്ല വ്യത്യാസങ്ങൾ വരുത്തണം. ഇനി അല്ലെങ്കിൽ നമ്മൾ ചെയ്തേക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ വിചാരിച്ച പോലെ പോകുന്നുണ്ടോ ഇല്ലയോ, സോ ദാറ്റ് ഈസ് ആക്ഷൻ ഫോർ അസ്. അതിന് ഡു വി നീഡ് ടു മേക്ക് എനി ചേഞ്ചസ്. ഈ സാധനം എല്ലാ 6 മാസത്തിലും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ശരിക്കും ഞാൻ എപ്പോഴും ഓഫീസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, വർക്ക് ആസ് എ ടീം. ദാറ്റ് ഈസ് വൺ ഓഫ് ദ വാല്യൂ സിസ്റ്റം വിച്ച് വി ഫോളോ ഇൻ ഓഫീസ്. അപ്പോൾ വർക്ക് ആസ് എ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഡാൻ്റെ അകത്ത് നമ്മൾ മാത്രമുള്ള ടീമല്ല, ക്ലയൻറ്റും നമ്മുടെ ടീം മെമ്പറാണേ. അപ്പോൾ ആ ഒരു ക്ലയൻറ്റും നിങ്ങളും എൻ്റെ ടീം മെമ്പറും ഇനി ഞാനവിടെ പറഞ്ഞു കൊടുക്കണേ തമ്മിലൊരു സിങ്ക് ഉണ്ട്. ഈ സാധനം എന്ന് കറക്റ്റ് ആവുന്നു, അതേമാതിരി ഈ ക്ലയൻറ്റിൻ്റെ വീട്ടിലും അവർ തമ്മിൽ സ്പൗസും പിള്ളേരും തമ്മിലൊരു സിങ്ക് വേണം. അപ്പോൾ ദിസ് ഈസ് എ വർക്ക് ആസ് എ ടീം എന്ന് പറഞ്ഞ ഫിലോസഫി.
അല്ലെങ്കിൽ ചില പറയും അച്ഛൻ ഇട്ട ശരി ഇൻവെസ്റ്റ് കൊള്ളൂല. കൊള്ളൂല. ഈവൻ ഞാനെപ്പോഴും കാരണം വെച്ചാൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനൊക്കെ വരുമ്പോൾ ചില ടൈമിൽ അച്ഛൻ മാത്രം ഒരു ബ്രെഡ് വിന്നർ മാത്രമായിരിക്കും പ്ലാനിങ്ങിന് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഞാൻ എപ്പോഴും കാണുന്ന കാര്യം ചിലപ്പോൾ 2-3 വർഷമൊക്കെ കഴിയുമ്പോൾ അവർ വൈഫിനായിട്ടും വരും. അന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് കൊണ്ടും വെൽത്ത് മാനേജ്മെന്റ് കൊണ്ടും എന്തെങ്കിലും കൂടെ ആ ക്ലയന്റ് എന്തായത്. അല്ലല്ല, എന്റെ വൈഫ് കേൾക്കേണ്ടത് ഒരു സംഗതിയാണ് ഇപ്പൊ നിഖിൽജി പറഞ്ഞത്. കറക്റ്റ് കാര്യം. അത് അവരൊന്ന് ഇപ്പം ചില ക്ലയൻസ് ഒക്കെ ഉണ്ടല്ലോ, ഓഫീസിൽ നമ്മളായിട്ടൊന്നും വലിയ സംസാരമൊന്നുമില്ല, അവരുടെ വൈഫുമാരാണ് നമ്മളോട് സംസാരിക്കണം. കാരണം ഇപ്പോൾ അവർക്കത് മനസ്സിലായി. ഇപ്പോൾ എന്നിട്ടും എന്നോട് പറഞ്ഞ കാര്യം വെച്ചാൽ നമ്മുടെ കാര്യം മാത്രമല്ല, EMIയും എല്ലാവരും വൈഫ് തന്നെ ഹാൻഡിൽ ചെയ്യണം. ആൻഡ് ദേ ആർ സോ പ്രൗഡ് ഈ പറഞ്ഞ കാര്യം. എന്നിട്ട് അവർ പറഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ജോലി കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം. അപ്പം നോക്കി ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയും നമുക്ക് നമ്മുടെ പ്രൊഡക്ഷനെ ഫോക്കസ് ചെയ്യാം. ഇതെല്ലാം അപ്പോൾ ആ ഒരു ടീം വർക്ക് ഉണ്ടല്ലോ എല്ലായിടത്തും. അത് വന്നു കഴിയുമ്പോൾ ഇതൊന്നും ഇപ്പോൾ ഞാനിപ്പോൾ ഓഫീസിലെപ്പോഴും പറയാറുണ്ട് ഇതിൽ. കാരണം വെച്ചാൽ നമുക്ക് 2 വിധത്തിൽ ഒരാളുടെ ഇൻട്രസ്റ്റ് റിട്ടേൺ കൂട്ടാം, CAGR കൂട്ടാം. എങ്ങനെ വെച്ചാൽ മാർക്കറ്റിൽ നമ്മൾ വൃത്തിയായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ എ 5 years ടൈം വി ക്യാൻ ഗെറ്റ് അബൌട്ട് 10 to 12% റിട്ടേൺ. ഓക്കെ, മോഡറേറ്റ് ആയി. അതേമാതിരി ഈ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ ഈ ക്ലയൻറ്റിന് തോന്നണം വൃത്തിയായിട്ട് പണിയെടുക്കണം എന്നുള്ളത്, വൃത്തിയായിട്ട് ചിലവ് കുറയ്ക്കണം എന്നുള്ളത്. അപ്പോൾ ആളുടെ ഇൻകത്തിൽ ഒരു 15% എവറി ഇയർ റിട്ടേൺ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കോമ്പിനേഷനായിട്ട് 30% ഉണ്ടാക്കുക. അതാണ് ശരിക്കുള്ള CAGR. അല്ലാതെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഡബിളൊന്നും ഉണ്ടാക്കണ്ട. ഈ പറഞ്ഞ കോമ്പിനേഷൻ ആണെങ്കിൽ എനി ക്ലയൻറ്റ് റിയലി മേക്ക് മണി. ഈ പറഞ്ഞ ഇത് അപ്പം നമ്മൾ പറയും എന്തെങ്കിലും മോട്ടിവേഷണൽ ടോക്ക് കൊടുക്കും. നോ, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ആ ഗോള് കാണിച്ചു കൊടുക്കും, ആ ഗോളിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാണിച്ചു കൊടുക്കും. ഈ രണ്ടും കാണുമ്പോൾ ക്ലയൻറ്റിനും മോട്ടിവേഷൻ അവിടെ നിന്ന് വരും. അതാണ് BMW കാർ 5 വർഷം കൊണ്ട് മേടിക്കണം, ഇത്ര രൂപ ഞാൻ മാറ്റണം, ഇത്ര രൂപ മാറ്റണം. അപ്പോൾ അത് കയറി വരുന്ന സമയത്ത് എനിക്ക് എത്ര ക്ലയൻറ്റ്സ് ഉണ്ടെന്ന് അറിയോ? ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ലാൻഡൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ലോൺ എടുക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് 5 കൊല്ലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 5 കൊല്ലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ചിലപ്പോൾ അവരുടെ പോർട്ട്ഫോളിയോ ചിലപ്പോൾ ഇപ്പോൾ 1 കോടിയോ 2 കോടിയൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർ പറഞ്ഞ കാര്യം വെച്ചാൽ ഇതവിടെ കിടക്കട്ടെ, പോട്ടെ, അപ്പോൾ കുറച്ചും കൂടി പോട്ടെ. കാരണം വെച്ചാൽ അപ്പോൾ ഇപ്പോൾ പണ്ടത്തെ ലാൻഡ് വാങ്ങണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം വെച്ചാൽ ഒന്ന് അച്ഛനെ കാണിക്കണം, ബന്ധുക്കളെ കാണിക്കണം. ഇപ്പോൾ അവർക്ക് ആക്ച്വലി കാശുണ്ടായപ്പോൾ അവർക്ക് മറ്റുള്ളവരെ കാണിക്കാനുള്ള താല്പര്യമില്ല. കാരണം അയാൾക്കറിയാം എനിക്കിത് ഉണ്ടെന്നുള്ളത്. അതിനേക്കാളും വലിയ സാറ്റിസ്ഫാക്ഷൻ സൊസൈറ്റിനെ കാണിച്ചിട്ട് വാലിഡേഷൻ കിട്ടണ്ട. അപ്പോൾ ഇവർ പറഞ്ഞു വെച്ചാൽ ഇനി ആരെ കാണിക്കാൻ, എനിക്കറിയുന്നുണ്ടെന്നുള്ളത്. സോ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ് ആൻഡ് ഐ സീ ദാറ്റ് ഈ ഗ്രോത്ത് ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ ഞാനൊരു വീട് പണിതാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. വളരെ കുറവാണ്. ഇവൻ നല്ലൊരു വീടുണ്ടായി കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് റെന്റ് കൊടുക്കാൻ താല്പര്യമില്ല. അല്ലല്ല, ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന പോലും എനിക്ക് റീലിൽ കിട്ടുന്ന വളരെ കുറച്ച് മണ്ണ്. എത്ര ശതമാനം കിട്ടുന്നുണ്ടോ? ഹാർഡ്ലി 2%. അത് അവർ പോകുമ്പം റിന്യൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും ഇല്ല എനിക്ക് ഹാർഡ്ലി. അപ്പോൾ ശരിക്കും നമ്മൾ അവരൊരു 3 വർഷം താമസിച്ചാൽ നഷ്ടമാണ്. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഓരോ വർഷം കഴിയുമ്പോൾ കൊടുക്കാൻ വേണം, പെയിന്റ് അടിച്ചു കൊടുക്കണം. 2 കാര്യമുണ്ട്. കൊടുക്കുന്ന ടൈമിൽ 1 മാസത്തെ ഇത് ബ്രോക്കർ കൊടുക്കണം. പിന്നെ പെയിന്റ് അടിച്ച് കഴിയുമ്പോൾ 2 മാസം പോയി പൈസ. അപ്പോൾ നമുക്ക് കൈ കിട്ടണം 9 മാസം പൈസ. അതുകൊണ്ട് നമ്മൾ ആ വീടിന് കൊടുക്കുന്ന കോസ്റ്റ് പോലും കവർ ആവില്ല. പിന്നെ പലപ്പോഴും പല ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ മാർക്കറ്റ് ഈ പണ്ട് ഈ ഇടയ്ക്ക് ഞാൻ കേൾക്കുന്നൊരു കാര്യമാണ്, കൊറോണ സമയത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കിയത്, ഇപ്പം നിങ്ങൾ കാശ് കുറവല്ലേ ഉണ്ടാക്കുന്നത്, അത് നിങ്ങളുടെ ടൈമിങ് കറക്റ്റ് അല്ലേന്ന്. അപ്പം ഞാൻ അവരോടത്ത് പറയുന്നൊരു വാക്കാണ്, മാർക്കറ്റിൽ ടൈമിങ്ങിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിംഗിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനെ കുറിച്ച്. അതെങ്ങനെയാണ് നിഖിൽജിയുടെ അഭിപ്രായത്തിൽ? നോ ഡൗട്ട് ഈ പറഞ്ഞ സാധനം ഇതിൽ എപ്പോഴും പറഞ്ഞാൽ നമുക്ക് ആ ടൈമിംഗ് കറക്റ്റ് വേറെ ഒന്നും വേണ്ട. ഇപ്പോൾ കോവിഡ് ടൈമിൽ 30% മാർക്കറ്റ് അടിച്ച ടൈമിൽ എത്ര പേർക്ക് ധൈര്യം ഉണ്ടായിരുന്നു കാശ് അറിഞ്ഞിട്ട് കാശ്? ഞാൻ പറഞ്ഞത് രണ്ട് കോമ്പിനേഷനാണ്. ഒന്ന് 10 പൈസ ഇട്ടിട്ടില്ല, അപ്പോൾ ഒറ്റയടിക്ക് ക്രാഷ് ഉണ്ടായ ടൈമിൽ ഒന്നതിന് ചിലർക്ക് പേടിയായിരിക്കും. പിന്നെ കാശിട്ടേക്കുന്നത് അറിയാത്തവരാ. പിന്നെ ഒരു 10 ലക്ഷം ഇട്ടിട്ട് അല്ലെങ്കിൽ 1 കോടി ഇട്ടിട്ടുണ്ടെങ്കിൽ പറയണ്ട, 30 ലക്ഷം രൂപ പോയിരിക്കണം. ആർക്ക് ധൈര്യം ഉണ്ടാവും പുതിയ കാശിടാനായിട്ട്? ആ ഇറക്കം കാണുമ്പോൾ നാളെ ലോകം അവസാനിക്കും. അപ്പോൾ പിന്നെ അത്രയും ടൈം ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആർക്കും കഴിവില്ല. ഞാൻ വിഷ്ണുവിൻ്റെ കേസ് പറഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം ഈ പണി ചെയ്യണതാ, നിങ്ങൾക്ക് പറ്റുമോ കറക്റ്റ് ടൈം ചെയ്യാനായിട്ട്? ഞാൻ പലതും ആലോചിച്ച് സങ്കടപ്പെട്ടാറുണ്ട്. അല്ല ഇപ്പൊ ഗ്രാഫ് നോക്കുമ്പോൾ പറ്റും. ഇഫ് യു ഗോയിങ് ബാക്ക് ആൻഡ് സീയിങ് ദ ഗ്രാഫ് യു നോ വെരി ക്ലിയർ, ഇവിടെ ഇടാൻ പറ്റിയത് അവിടെ ഇട്ടാ. പക്ഷേ ഇവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും, അത് ഒരിക്കലും പറ്റും. ഞാനിപ്പോൾ ഇപ്പം നമ്മൾ രണ്ടുപേരും സംസാരിക്കണ വിട്ടേക്ക്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ശരിക്കും ഫണ്ട് മാനേജേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു 2-2.5 ലക്ഷം കോടി മാനേജ് ചെയ്യണം ഫണ്ട് മാനേജേഴ്സ്. അവരുടെ അടുത്ത് ഞാൻ ഇൻ്റർവ്യൂവിനൊക്കെ ഇരിക്കുന്ന സമയത്ത്
സ്ക്രീനിൽ പറയണതും എനിക്ക് അവരുടെ അടുത്ത് എപ്പോഴും ഉള്ള കാര്യം വെച്ചാൽ ഞാൻ അവരുടെ അടുത്ത് എനിക്ക് പോഡ്കാസ്റ്റ് എടുക്കാനൊക്കെ ഏറ്റവും വലിയ സന്തോഷം എന്ന് അറിയോ, ഇവരുടെ അടുത്ത് പോയിട്ട് ഞാനിരുന്ന് 1 മണിക്കൂർ സംസാരിക്കാന്ന് പറഞ്ഞാൽ ഇവർക്ക് സമയമുണ്ട് നമുക്ക് കയറാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കണേ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് സാറൊന്ന് എനിക്ക് പറഞ്ഞു തരാൻ വെച്ചാൽ അവർക്ക് എവിടെ സമയം. പക്ഷേ പോഡ്കാസ്റ്റ് ഇരിക്കുമ്പോൾ ഇറ്റ്സ് എ ലേണിംഗ്, ഇറ്റ്സ് എ മാസ്റ്റർ ക്ലാസ്. അപ്പോൾ ഞാനിതൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്ക് ധൈര്യമില്ല. ഇവർ 2-2.5 ലക്ഷം കോടി രൂപ 2-2.5 ലക്ഷം കോടി 2 ലക്ഷം കോടി അല്ലാതെ അത്രയും ഹാൻഡിൽ ചെയ്യണ ഫണ്ട് മാനേജേഴ്സ്. ഇവർക്ക് ഇത് കറക്റ്റ് ടൈം ചെയ്യാൻ പറ്റണമെങ്കിൽ ഇവരുടെ ഫണ്ടെങ്കിൽ ഇവരങ്ങനെ ചെയ്യില്ലേ. ഈവൻ കൊറോണ ടൈമിൽ ഞാൻ ആ മാർക്കറ്റ് 30% ഇടിച്ച ടൈമിൽ ഞാൻ ആരാധിക്കണ എല്ലാ ഫണ്ട് മാനേജേഴ്സിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കേൾക്കരുത്. ഒരാൾ പോലും പറഞ്ഞില്ല അടുത്ത 3 മാസത്തിൽ 6 മാസത്തിൽ തിരിച്ചു വരുന്നുള്ളത്. ഇല്ല. അവരന്ന് പറഞ്ഞ കാര്യം വെച്ചാൽ ഇനി ഒരു 2-2.5 വർഷം എടുക്കും. നമ്മൾ 2008 അവർ 2008 കമ്പയർ ചെയ്ത് പറയുന്നത് ഒരു 2-2.5 വർഷത്തിൽ വി ആർ കോൺഫിഡൻറ്റ് അല്ല, വി ആർ സീയിങ് ദാറ്റ് കൈൻഡ് ഓഫ് റിക്കവറി എന്നാണ് പറഞ്ഞിരുന്നത്. ഏത് നെയിം എടുത്തും നിങ്ങൾ ഇപ്പോൾ ഏത് നമ്മൾ ആരാധിക്കുന്ന ഏത് ഫണ്ട് മാനേജേഴ്സ് ആണെങ്കിലും അവർ എല്ലാവരും പറഞ്ഞ കാര്യം ഇതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇപ്പോൾ മാർക്കറ്റിൽ ലോങ്ങർ ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമി വളരുന്നതനുസരിച്ച് രാജ്യത്തിൻ്റെ ഇൻഫ്ലേഷൻ കൂടുന്നതനുസരിച്ചിട്ട് ആ ഒരു പ്രതിഫലനം എന്ത് പറഞ്ഞാലും എല്ലാ ഐറ്റത്തിലും വരും. അത് സ്റ്റോക്കിലും വരും, പ്രോഫിറ്റബിലിറ്റിയിലും വരും. ആൻഡ് എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ കാര്യം വെച്ചാൽ ഒരു ഷോർട്ടർ ടൈമിൽ മാർക്കറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൈസ് തരും. പക്ഷേ ലോങ്ങർ ടൈമിൽ പ്രോഫിറ്റബിലിറ്റിക്ക് സമാനമായിട്ടുള്ള റിട്ടേൺ ആയിരിക്കും. അപ്പോൾ ഒരു ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്കൊരു ബിസിനസ് പറ 100% റിട്ടേൺ എല്ലാ വർഷവും തരുന്ന ബിസിനസ് ഏതാണ്? ഏത് ബിസിനസ്? ഞാൻ പറഞ്ഞാൽ പറയാം രാഷ്ട്രീയം എന്ന് പറയുള്ളൂ. അതിലും കുറച്ച് വർക്കുണ്ട്. രാഷ്ട്രീയത്തിലില്ലാതെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏത് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഒരു കേരളത്തിൽ 10 വർഷം ഒരുമിച്ച് കണ്ട് സ്റ്റേറ്റിൽ അതൊരു കോൺട്രവേഴ്സി ക്വസ്റ്റ്യൻ ആണ്. അല്ല, പക്ഷെ നമുക്കറിയില്ല ഇനി അടുത്ത 5 വർഷം എന്താണെന്നുള്ളത്. അപ്പം ഇതെല്ലാനും പണ്ട് നമ്മൾ വിചാരിച്ചില്ല. ഇനി ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ വിചാരിച്ച് 10-70 വർഷം കോൺഗ്രസ് ഗവൺമെൻറ് ഇരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ഇസ് എ പ്രോഫിറ്റബിൾ ബിസിനസ്. പക്ഷേ ഇപ്പോഴത്തെ നോക്കണമെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി വേറെ. അപ്പോൾ എന്ത് മാജിക് കാണിച്ചു കഴിഞ്ഞാലും അതിനൊരു റിട്ടേൺ ഒരു വിഷയം. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ലോങ്ങർ പീരീഡിൽ നമ്മൾ നിഫ്റ്റി തന്നേക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു 15-14% എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നിൽക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ആവറേജ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ചില വർഷങ്ങളിൽ ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ 30% തന്നെങ്കിൽ നമ്മളപ്പോൾ ഇനി ആ മീനിൻ്റെ ആ റിവേഴ്സലിലേക്ക് എത്തുമല്ലോ. അപ്പോൾ ഇനി ആ ഒരു സൈക്കിളിലായിരിക്കും ഇത് ഇനിയും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ ചെയ്യണത് തന്നെ. ഇപ്പോൾ ഈ വാരൻ ബഫറ്റ് പറഞ്ഞ മാതിരി സക്സസ്ഫുൾ മാരേജിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താണ്? ആ എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വൈഫിനായിട്ടുള്ള അല്ലെങ്കിൽ ഹസ്ബൻഡിനായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ മാനേജ് ചെയ്യലാണ് ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ മാർക്കറ്റിൽ വരുന്ന സമയത്തും നമ്മൾ എല്ലാ ദിവസവും കാലത്ത് എൻ്റെ കുളിച്ച് നമ്മുടെ കാലൊക്കെ തൊട്ട് നിറവേക്കുന്നൊക്കെ നമ്മൾ ഹിന്ദി സിനിമ സീരിയലിൽ കാണുന്ന പോലെ നമ്മൾ നമ്മുടെ സ്പൗസിൽ നിന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ ഹാർഡ് സ്ട്രാറ്റജി ആയിരിക്കും. അപ്പോൾ അതിന് പകരം മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത്ര ക്വാളിറ്റി ഫണ്ടുകൾ നമ്മൾ സെലക്ട് ചെയ്യുക, ക്വാളിറ്റി സ്റ്റോക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഡെഫിനറ്റ്ലി ടൈമിങ് ദ മാർക്കറ്റ് ഇല്ല പറ്റില്ല. ടൈം ഇൻ ദ മാർക്കറ്റ്, ഹൗ ലോങ് യു ആർ ഇൻ ദിസ് മാർക്കറ്റ്, ഹൗ ലോങ് യു ആർ ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ചില ടൈമിലൊക്കെ പണ്ട് റോയിറ്റേഴ്സിലുള്ള ടൈമിൽ സത്യത്തിൻ്റെ പ്രശ്നം നടക്കുന്നുണ്ടായി. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഇടിഞ്ഞു. അപ്പോൾ നമുക്ക് തന്നെ 4 രൂപയ്ക്ക് സത്യം 4. അപ്പോൾ നമുക്ക് സ്റ്റോക്കൊക്കെ നമുക്ക് മനസ്സിലായി ടെക് മഹീന്ദ്ര എടുക്കാൻ പോകണമെന്നൊക്കെ നമുക്ക് ന്യൂസൊക്കെ കണ്ട്. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ചില പിള്ളേരൊക്കെ ലോൺ എടുത്ത് അടക്കം പൈസ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ 6000 രൂപയ്ക്ക് എൻ്റെ അന്നത്തെ സ്റ്റൈഫൻഡ് എന്ന് പറഞ്ഞാൽ അന്നൊരു 18 രൂപ ലഭിച്ചു, 20 രൂപയേ ഉള്ളൂ. 6000 രൂപയ്ക്കാണ് അന്ന് സത്യം വാങ്ങിച്ചത്. അല്ല, പക്ഷെ അന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന് നമുക്കൊരു ഉറപ്പുണ്ട്. പക്ഷെ എന്നാൽ അങ്ങനെയാണെങ്കിലും എത്ര പേര് അല്ലെങ്കിൽ വേറെ എടുക്കുന്നത് യെസ് ബാങ്കിന്റെ കേസ് 2 പ്രാവശ്യം 3 പ്രാവശ്യം ട്രിപ്പിൾ അടിച്ച ഷെയറാണ്. നമ്മൾ യെസ് ബാങ്കിൻ്റെത് അത് ഷുവർ ഷോട്ട് ആയിരുന്നില്ല ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ. എത്ര പ്രാവശ്യം അത് ടൈം ചെയ്യാൻ നോക്കിയിട്ട് പറ്റിപ്പോയി. ഇപ്പോൾ ഐഡിയ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയോ ആൾക്കാർ നമ്മളതിനെ ടൈം ചെയ്യാൻ നോക്കി. ഇവൻ ഇത് തന്നെ നമ്മളിപ്പോൾ രാജേഷ് ജിൻജുമാലിനെ നമ്മൾ എപ്പോഴും പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ പറയാവുന്ന ഏതാണ്? ടൈറ്റാൻ.
പക്ഷേ ഈ യെസ് ബാങ്ക് പുള്ളിയുടെ സ്റ്റോക്കാണ്. പുള്ളിയുടെ സ്റ്റോക്കാണ്. നമ്മളെന്ത് അപ്പോൾ ആള് ഇതിനെ ടൈം ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യാൻ നോക്കിയിരുന്നെങ്കിൽ ഇപ്പൊ യെസ് ബാങ്കിലെ പുള്ളി അറിയപ്പെടില്ല, ഇപ്പൊ ടൈറ്റിൽ അറിയപ്പെട്ടില്ലായിരുന്നു. ആ ടൈറ്റിൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളും ഇപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് പിടിക്കുന്ന സമയത്താണെങ്കിലും ഒരു 10-20 സ്റ്റോക്ക് പിടിക്കണേൽ 2 സ്റ്റോക്ക് നമുക്കിങ്ങനെ കിട്ടിയാൽ മതി. ഒരു ലോട്ടറി. ഇവർ ഈ പറഞ്ഞ എല്ലാ സ്റ്റഡി നടത്തി കഴിഞ്ഞാലും അവർക്കും അത് ലോട്ടറിയാണ്. അല്ലാതെ നമുക്ക് ഒന്നും അറിയാണ്ട് നമ്മളൊരു 1000 സ്റ്റോക്ക് പിടിച്ചു പിന്നെ അവരെടുക്കണം വോളിയോ മാത്രമായിരിക്കും. അപ്പോൾ ഇവരും നമ്മളിപ്പോൾ പറഞ്ഞ ഇപ്പോൾ രാജേഷ് ജിംബാലായിട്ട് ഇവൻ വാരൻ ബഫറ്റ് ഇവരെല്ലാവരുടെയും ആവറേജ് ഹോൾഡിംഗ് പീരീഡ് എന്ന് വെച്ചാൽ അത്രയും ആവറേജ് ഹോൾഡിംഗ് പീരീഡ് ഒരു 20 years 15 years. ഇവൻ അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു, ഞാൻ പണ്ട് ഒരു ചാർട്ട് കണ്ടിട്ടുണ്ട്. ആള് 3 വർഷമൊക്കെ എടുത്തേക്കണ എല്ലാ നഷ്ടത്തിലാണ്. അല്ല, ഇടയ്ക്ക് നമ്മൾ പറയും ഇപ്പം ചില ആൾക്കാരൊക്കെ പലരുടെയും പോർട്ട്ഫോളിയോ, ആശിഷ് കഞ്ചോളി എന്നൊക്കെ പറഞ്ഞ അവരുടെ പോർട്ട്ഫോളിയോ ഒക്കെ എടുത്ത് അവർ ഈ ഷെയർ മേടിച്ചു. നമ്മുടെ ഡോളി ഗാന അവരുടെ ടീം ചില അവർ ഇത്രയും പീരീഡ് ഹോൾഡ് ചെയ്താണ് അത്രയും പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. ഇപ്പൊ അവരുടെ ഒരു 2 year അല്ലെങ്കിൽ 3 year റിട്ടേൺ നോക്കിയാൽ പലതും മൈനസിൽ കിടക്കായിരിക്കും. ഇവൻ ഇപ്പൊ ഇതിന്റെ തന്നെ ഇപ്പൊ ആപ്പിളിൻ്റെത് അല്ലെങ്കിൽ എൻവിഡിയുടേത് ഈ പറഞ്ഞ എല്ലാ സ്റ്റോക്കും മൾട്ടിപ്പിൾ ടൈംസ് 50% താഴെ പോയിട്ടുണ്ട്. അപ്പോൾ ടൈം ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറയാം ടൈം ഉണ്ട്. പക്ഷേ ആ ടൈം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആപ്പിൾ ഇപ്പോൾ ഈ വാരൻ ബഫറ്റിൻ്റെ ഒരു ഇപ്പോഴത്തെ റൈസ് ആനുവൽ മീറ്റിങ്ങിൽ AGM ആൾ പറഞ്ഞ കാര്യമാണ്, ഞാൻ മൊത്തം ബർക്ക്ഷയറിൽ നിന്ന് ഉണ്ടാക്കിയതിനേക്കാളും കാശ് ടിം കുക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആപ്പിളിൽ ലോങ് ടൈം പിടിച്ചിട്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അവരുടെ ഹോൾഡിങ് അല്ലെങ്കിൽ കൊക്കക്കോള പുള്ളി പറയും ഞാൻ കൊക്കക്കോളയുടെ പൈസ കാണിച്ചാൽ ഇപ്പം എനിക്ക് കൊക്കക്കോളയുടെ ഡിവിഡൻഡ് മതി. അപ്പോൾ ആ ലോങ്ങർ പീരീഡ് ഹോൾഡ് ചെയ്തതിൻ്റെ പേരില്ല ഇതേമാതിരി ഹോൾഡ് ചെയ്യാൻ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് പറ്റില്ല. അല്ല, ഇപ്പം ഇന്ന് പറഞ്ഞപ്പോൾ മെറ്റയുടെ നമ്മളെ ഫേസ്ബുക്കിലെ മെറ്റയ്ക്ക് സുക്കർബർഗിന് കിട്ടാൻ പോകുന്നത് $199 million പുള്ളിയുടേത് കിട്ടുന്ന ഡിവിഡൻഡ് ഇൻകം. പുള്ളിയുടെ ഇത്രയും സ്റ്റോക്സ് പുള്ളി ബിസിനസ് നടത്തുന്നതാണ്. അപ്പം അതേപോലെ ആൾക്കാർക്ക് അത്രയും എമൗണ്ട് നമുക്ക് കിട്ടുമെന്നൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. അല്ല, പക്ഷേ അവരെന്ന് വെച്ചാൽ ഒരു ഹാർഡ് കോർ ബിലീവ്. ഇവൻ നമ്മുടെ നാട്ടിലത്തെ തന്നെ എടുക്കുകയാണെങ്കിൽ വി ഗാർഡ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയണതാണ്. അപ്പോൾ നമ്മൾ സാധാരണ റീറ്റെയിലേഴ്സ് എന്താ ചെയ്തത്, ടൈം ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവും, വാങ്ങി വിറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതിൽ നിന്ന് ഈ കൊച്ചസാരൻ ഫാമിലി എന്താ ചെയ്തേക്കുന്നത്, അവർ നെവർ സോൾഡ് ഇറ്റ്. അല്ലെങ്കിൽ സോൾഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ മെജോറിറ്റി അവരുടെ അടുത്ത് കയ്യിൽ ഇപ്പോൾ 50-55% അവരുടെ അടുത്തുണ്ട്. അത് മെയ്ഡ് ദം ബില്യനേഴ്സ്. പക്ഷേ എത്രയോ ആൾക്കാർ വാങ്ങിയും വിറ്റിരിക്കുന്നുണ്ടാവും. ഇവരുണ്ടാക്കിയാണ് പേഴ്സണേജ് അവരുണ്ടാക്കിയിട്ടുണ്ടോ ഇല്ല. ഹൗ ലോങ് ഈച്ച് ലോങ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഈ പ്രോഫിറ്റബിലിറ്റി വരുന്നുണ്ടോ, പിന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് എത്തിക്സ് ആണോ, മാനേജ്മെൻറ്റ് ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടുണ്ടോ, ഈ പറഞ്ഞത് കൃത്യമായി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അത്യാവശ്യം കയറി വരുന്നുണ്ടോ, ഇനി പുതിയ മാർക്കറ്റിൽ അവർക്ക് വല്ല ചലഞ്ചസ് സംഭവിക്കുന്നുണ്ടോ, ഈ പറഞ്ഞ ക്ലീനിങ് വർക്ക് നമ്മൾ ഒരു 6 മാസം കൂടുമ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ, പ്രൈസിലല്ല നോക്കേണ്ടത്, ഈ പറഞ്ഞ സാധനങ്ങളിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റിൽ ഹോൾഡ് ഇറ്റ്. സോ ഒരു ബേസിക് ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. നോർമലി ഒരു സാലറി ഉള്ള ഒരാളും ബിസിനസ് ഉള്ള ഒരാളും തമ്മിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അപ്രോച്ച് വ്യത്യാസമായിരിക്കുമല്ലോ. അതെങ്ങനെയാണ് അതൊരു കോമൺ ആയിട്ട് രീതിയിൽ എങ്ങനെ? അല്ല, നമുക്ക് രണ്ടും വ്യത്യാസമാണെങ്കിൽ നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, ഇപ്പോൾ പണ്ട് മാത്സിൽ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും കമ്പാരിസൺ നടക്കുന്ന ടൈമിൽ നമ്മുടെ ആ യൂണിറ്റ് ഒന്നാക്കണമെന്ന്. ഇപ്പോൾ ചില സാധനങ്ങൾ നമ്മൾ പറയുന്നത് ഗ്രാമിൽ പറയുന്നു, kg പറയുന്നു, അല്ലെങ്കിൽ ടണ്ണിൽ പറയുന്നു. അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാത്തിനും ഒന്നാക്കണം. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേഷൻ ശരിയാവുള്ളൂ. ഇത് തന്നെയാണ് സാലറിയുടെയും ബിസിനസ്സുകാരൻ്റെ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ സാലറിയുടെ ആളാണെന്നുണ്ടെങ്കിൽ ഹീ ഗെറ്റ് എ പെർമനൻറ്റ് ഇൻകം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഫിക്സഡ് ഇൻകം കിട്ടുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സുകാരനും ചെയ്യേണ്ട കാര്യം എന്താണ്, ബിസിനസ്സിൽ നിന്ന് ഒരു പെർമനൻറ്റ് ഇൻകം വെക്കണം. കാരണം ബിസിനസ്സുകാരൻ എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പക്ഷേ ശമ്പളം കൊടുത്തേ പറ്റൂ. ശമ്പളം കൊടുത്തേ പറ്റും. പക്ഷേ ആ ശമ്പളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു സ്ഥലത്ത് പോയിട്ട് ബിസിനസ് നടത്തുകയാണെങ്കിൽ, ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങേർക്ക് ഒരു സാലറി ഉണ്ടാവില്ലേ, ആ സാലറി എങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങേര് ബിസിനസ് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ബിസിനസ്സുകാരൻ ആ ഒരു ഫിക്സഡ് സാലറി അതിൽ നിർത്തിയിരിക്കണം, അതിനേക്കാളും കൂടുതൽ എടുക്കരുത്. കാരണം കൂടുതൽ എടുക്കുകയാണെങ്കിൽ അത് കക്കല, സ്വന്തം ബിസിനസ്സിന് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ആ ബിസിനസ് നഷ്ടത്തിലാവാൻ പോണത്. അതേമാതിരി ശരിക്കും ആ ബിസിനസ്സുകാരന് ആ സാലറി കൊടുക്കാനായിട്ട് ബിസിനസ്സുകാരൻ, കാരണം ആ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഈ 24 മണിക്കൂറും ആലോചിച്ചിട്ട് കൂട്ടിയിട്ടാണ് ആ ബിസിനസ് നേടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ പ്രോഫിറ്റ് വരും. അപ്പോൾ ഇദ്ദേഹത്തിനും ഒരു പെർമനൻറ്റ് സാലറി വരണം.
പിന്നെ അവിടെ നിന്നുള്ള കാൽക്കുലേഷൻ എല്ലാം സെയിം ആണ്. വരാനുള്ള ഫണലിങ് മാത്രമാണ്. പിന്നെ ഇതിൽ നിന്ന് ഇദ്ദേഹത്തിന് 2 വിധത്തിൽ ഇൻകം കൊടുക്കാം. ഒന്ന് സാലറി. അപ്പോൾ സാലറി എടുക്കുന്ന സമയത്ത് ഇയാൾ 2 കമ്മിറ്റ്മെൻ്റാണ് ബിസിനസ്സിന് കൊടുക്കുന്നത്. ഒന്ന്, ഞാനിവിടുത്തെ എംപ്ലോയി ആണ്, അതിൻ്റെ പേര് ഞാൻ ആത്മാർത്ഥമായിട്ട് ഇതിൽ പണിയെടുത്ത് കൊടുക്കുള്ളത്. അതൊന്ന്. പിന്നെ 2 എന്ന് വെച്ചാൽ ബിസിനസ് ഇയാളുടെ നിന്ന് ലോണാ വാങ്ങിക്കണം, ക്യാപിറ്റൽ. നമ്മൾ ശരിക്കും അക്കൗണ്ടിങ്ങിലാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഈസ് ഓൾവേസ് എ ലയബിലിറ്റി. അപ്പോൾ എനിക്ക് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ എപ്പോഴും കൺഫ്യൂഷൻ ആണ്, ക്യാപിറ്റൽ എന്തിനാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. എനിക്കത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അല്ല, നമ്മളപ്പോൾ നമുക്കത് തന്നെ പഠിച്ചെടുക്കാൻ നമ്മൾ കാലങ്ങളെടുത്ത് അല്ലേ. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് ക്യാപിറ്റൽ ഈസ് ഓൾവേസ് എ ലയബിലിറ്റി. അപ്പോൾ ആ ബിസിനസ്സിന്, ആ ഓണർക്ക് അതിന് FD-നേക്കാൾ റിട്ടേൺ കൊടുക്കാനുള്ള ബാധ്യത ബിസിനസ്സിനുണ്ട്. ആ കമ്മിറ്റ്മെൻ്റാണ് ബിസിനസ്സും ബിസിനസ്സുകാരും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റ് ബിസിനസ് പൂർത്തിയാക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഡിവിഡൻറ്റും കൊടുക്കാം. അപ്പോൾ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ് വിൽ ക്രിയേറ്റ് പാസീവ് ഇൻകം പ്ലസ് വെൽത്ത് ക്രിയേഷൻ. ബിസിനസ് നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതേമാതിരി നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനും ഒരു പേഴ്സണൽ ഫിനാൻസ് നടത്തണം. നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെൻസ് നോക്കിയിട്ട് ബിസിനസ്സിനും ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കിക്കണം, ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിനും ഒരു ഇതുണ്ടാക്കിക്കണം. പിന്നെ ബിസിനസ്സുകാരൻ്റെ ഫാമിലിയാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഫോറിൻ ടൂർ പോകാനായിട്ട് ബിസിനസ്സിൽ നിന്ന് കാശെടുക്കരുത്, അത് അക്കല. അത് ആ പേഴ്സണൽ പൈസയിൽ നിന്ന് എടുത്തിട്ട് ഇദ്ദേഹത്തിന് നമ്മൾക്ക് എന്തൊക്കെയാണോ റെസ്പോൺസിബിൾ. പല ബിസിനസ്സുകാർക്കുള്ള ഞാനിപ്പോഴും ചോദിക്കണമായിരുന്നു, കുട്ടിയുടെ എഡ്യൂക്കേഷന് എത്ര രൂപ വേണം, അപ്പോൾ ഇത്ര രൂപ വേണം, അപ്പോൾ അതിന് നമുക്കൊരു SIP തുടങ്ങണ്ടേ എന്ന് പറയുമ്പോൾ അത് ആ ടൈമിൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ പക്ഷെ അതിന് പകരം നമ്മൾ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ, പിന്നെ ബിസിനസ്സുകാരനാണെങ്കിൽ നമ്മൾ ശരിക്കും ബിസിനസ്സുകാരൻ ആക്ച്വലി സ്പീക്കിംഗ് ഹി ക്യാൻ മേക്ക് എ ഫോർച്യൂൺ. ആ ബിസിനസ് ഒരു ടൈമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് വിൽക്കുക വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും ഇത് ചെയ്യാനായിട്ട് നമ്മളിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിസിനസ് ഇത് ഞാനീ പറയണ അത്രയും എളുപ്പമല്ല. കാരണം ഞാനിത് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അപ്പോൾ ഇത് മനസ്സിലാക്കി വന്ന ബിസിനസ്സുകാർ തന്നെ കുറച്ചുള്ളൂ. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ക്ലയൻസിൽ കൂടുതലും സാലറിക്കാരാണ്, ബിസിനസ്സുകാർ കുറച്ചുള്ളൂ. ബിസിനസ്സുകാരെന്ന് വെച്ചാൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരെ കാശ് മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പലരും, ഇപ്പോൾ എനിക്ക് വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ പലരും പറയും, ഇപ്പോൾ ഒരു മോട്ടിവേഷണൽ ട്രെയിനർ വന്നിട്ട് ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞ ആൾ പറയും കോടീശ്വരനാവണമെങ്കിൽ ബിസിനസ് ചെയ്യണം എന്നുള്ളത്. എനിക്ക് ഓപ്പോസിറ്റാണ്. കാരണം കോടീശ്വരനാവാൻ ബിസിനസ് ചെയ്യണ്ട, വൃത്തിയായിട്ട് പണിയെടുത്താൽ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, കാരണം എനിക്ക് തോന്നുന്നത് നല്ലൊരു ശതമാനം ആൾക്കാരും ഞാൻ ഈ പറഞ്ഞ സാധനം സാലറിക്കാർക്ക് മനസ്സിലാവുള്ളൂ. കാരണം റെഗുലർ ഇൻകം ഉള്ളവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. പക്ഷേ പല ബിസിനസ്സുകാരും ഇപ്പം എന്നോട് ഇപ്പോൾ ഈ ബിസിനസ് ചെയ്തിട്ട് എനിക്ക് ഒത്തിരി പേര് ഞാൻ ഈ പറഞ്ഞിട്ട് SIP ചെയ്തവരുണ്ട്. അപ്പോൾ ഇവർക്ക് പല ആൾക്കാരും പോയിട്ട് ഇപ്പോൾ നിങ്ങളുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് പറയും ട്രേഡേഴ്സ് ആവാന്ന് പറയും. അപ്പം നിങ്ങൾ ചെയ്യണത്, നിങ്ങൾ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് പറ്റണ സാധനം വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ചുണ്ടിൽ നിന്ന് അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല ഈ സാധനം. ആ മോട്ടിവേഷനിൽ പോയിട്ട് പലവരും ട്രേഡ് ചെയ്യും. എന്നിട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ പല ആൾക്കാരും വന്നിട്ട് പറഞ്ഞ കാര്യമുണ്ട്. ഭൂരിപക്ഷം ആൾക്കാരുണ്ടോ, എനിക്ക് തോന്നുന്നു എൻ്റെ കാര്യത്തിൽ എല്ലാവരും ഉണ്ട്. കാരണം മിക്ക ആൾക്കാരും ബിസിനസ്സുകാരും അവർക്ക് വൃത്തി പണിയുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞിട്ട് അവസാനം SIP മാത്രം ബാക്കിയുള്ളൂ. അല്ല, ഇത് കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ്സ് എ പ്യുവർ ബിസിനസ്. ഇറ്റ്സ് എ പ്യുവർ ബിസിനസ്. അപ്പോൾ ഇതിന് 100% ഒരു ബിസിനസ്സിൽ കൊടുക്കണം ആത്മാർത്ഥത കൊടുക്കാണ്ട്. ഈവൻ ഞാൻ പെൻഡാഡിൽ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ഓഫീസിൽ എന്നോട് എൻ്റെ ടീം മെമ്പേഴ്സ് എപ്പോഴും പറയും, നിങ്ങൾ ഒറ്റൊരുത്തം കാരണമാണ് ട്രേഡേഴ്സ് നമ്മുടെ ഓഫീസിൽ വരാത്തത്. ഞാൻ പറഞ്ഞു, ഞാൻ ട്രേഡേഴ്സിനോട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ പണി അറിഞ്ഞിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അല്ലാതെ കാശ് കളയരുത്. ഏറ്റവും ഈ എന്താ പറയുക, റൂൾ നമ്പർ 1 എന്ന് വെച്ചാൽ നെവർ ലൂസ് മണി. ഓക്കെ, റൂൾ നമ്പർ 2 എന്ന് വെച്ചാൽ ഒന്നാമത്തെ മറക്കരുതെന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയുമ്പോൾ നമുക്ക് കുറച്ച് പൈസ പോയാലേ പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ പറയുന്ന ഒരു കാര്യം അല്ല, അത് ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഫുള്ളായിട്ടുള്ള പൈസ അല്ല. നിങ്ങൾക്കൊരു സാധനം പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഫീസ് കൊടുക്കുന്നത് പോലെ ആ ഒരു ഫീസ് ഇവിടെ ക്യാപിറ്റൽ അല്ലേ. നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ് നടത്തുന്ന ടൈമിൽ എല്ലാം നമുക്ക് പ്രോഫിറ്റാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ ഇപ്പോൾ ഇനീഷ്യലി നമ്മൾ മാർക്കറ്റിംഗ് നടത്തും. എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയും പ്രോഫിറ്റബിളാണ്. ഇപ്പം നമ്മൾ രണ്ടുപേരും ചെയ്യണം വീഡിയോസ്, എല്ലാ വീഡിയോസും സക്സസ് ആണ്. അപ്പോൾ എത്രയോ പൊളിഞ്ഞിട്ടാണ് എത്രയോ വീഡിയോ. ഇപ്പം ഞാനെപ്പോഴും നോക്കണ ഒരു മെട്രിക്സാണ്, അറ്റ്ലീസ്റ്റ്
എനിക്ക് തോന്നുന്നു 10,000 വ്യൂസ് യൂട്യൂബിലുണ്ടെന്നുള്ളത്. എൻ്റെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം എനിക്ക് 2000 മേലെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന്. ഇതിൽ ഞാൻ ഉറപ്പ് പറയണു 1000 എണ്ണവും എത്തിയിട്ടില്ല. 1000 എനിക്ക് തോന്നുന്നു മിക്കവാറും എഫർട്ട് ബിസിനസ്സിന് വേണ്ടി വരും. എനിക്ക് തോന്നുന്നു 60% കൂടുതലും 10,000 എത്തിയിട്ടില്ല. അപ്പോൾ അത്രയും ഫെയിൽ ചെയ്തിട്ടാണ്. എന്നിട്ടാണ് ഒരെണ്ണം ചിലപ്പോൾ 1 മില്യൺ ചെയ്യണം. അപ്പോൾ ആ ഒരു സാധനം ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ കാശ് പോകണമെന്നുള്ളത്, അത് ഇത് പഠിക്കാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അല്ല ഞാൻ പറഞ്ഞ ഞാനിത് ഈ വീഡിയോ എൻ്റെ പേര് ഞാൻ കറക്റ്റ് ചെയ്തതാണ്. എനിക്ക് പറയുന്ന ആളെ ഞാൻ പറഞ്ഞത് വിഷ്ണുവിന് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വിഷ്ണു ഹാർഡ്വെയർ ഇത് വന്നിട്ടുള്ളതാ. അപ്പോൾ ആ ഇനീഷ്യൽ ഇപ്പം ഇത് തന്നെ ഞാനിപ്പോൾ ചില ടൈമിൽ എന്നോട് വന്ന് ആൾക്കാർ പറയും ട്രേഡ് ചെയ്തിട്ട് കാശ് പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിപ്റ്റോ ചെയ്തിട്ട് കാശ് പോയി എന്നൊക്കെ പറയും. അല്ലെന്നുണ്ടെങ്കിൽ പല ആൾക്കാർക്കും ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ കൊടുത്തിട്ട് കാശ് പോയി എന്നൊക്കെ പറയും. അപ്പം ഞാൻ ഇവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, യു ലേൺ ഇറ്റ് ഇൻ എ ഹാർഡ് വേ. അപ്പോൾ ഇതൊരു ട്യൂഷൻ ഫീസ് ആയിട്ട് കൊടുക്കുക, ബിക്കോസ് യു ലേൺ ഇറ്റ്. അപ്പോൾ സോ യു നാളെ മിസ്റ്റേക്ക് ആവർത്തിക്കാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. പിന്നെ അതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈവൻ ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ പ്ലാനിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെപ്പോഴും ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് എത്ര രൂപ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞവരുണ്ട്, നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ, പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ വൃത്തിയായിട്ട് ചെയ്തിരിക്കാൻ വേണം. അപ്പോൾ മെനക്കെടണം. അപ്പോൾ ഇതിന് മുന്നേ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവണം, നമ്മൾ എത്ര രൂപയാണ് ഇതിലേക്ക് ഇറക്കാൻ പോകണമെന്നുള്ളത്. അപ്പോൾ ഈവൻ നമ്മളിപ്പോൾ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് റെക്കമെൻഡേഷൻ ഇതെല്ലാവരും വരുമ്പോഴും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഈ സാധനം മിക്കവാറും ഒരു 30% താഴെ പോകുന്നുള്ളത്. അതറിഞ്ഞിട്ടാണ് നമ്മൾ പറയണത്, നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് വേണം, നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വേണം, നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് വേണം, ഇനി അതല്ല ഒരു 2-3 കൊല്ലത്തേക്കുള്ള പൈസ നിങ്ങൾ വേറെ റിസർവായിട്ട് ഡെറ്റ് ഫണ്ടിൽ വെച്ചിരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഡ്രോ ഡൗൺ ഉണ്ടായിക്കഴിഞ്ഞാലും ഇത്തരം പൈസ ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് കാര്യം നടക്കുകയും ചെയ്യാം, ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് ശരിക്കും പറയാൻ നമ്മളൊരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം. ഇപ്പം അടുത്തൊരു 5 വർഷം അല്ലെങ്കിൽ 5 വർഷത്തേക്ക് ഒരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അടുത്ത 5 വർഷത്തേക്ക്? അല്ലെങ്കിൽ ഒരു വരാൻ പോകുന്ന ഒരു പലരും പറയുന്ന ബുൾ റൺ വരാൻ പോകുന്നു, ഇന്ത്യ ഈസ് ബിക്കമിങ് അനദർ 3rd ലാർജസ്റ്റ് കൺട്രി എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിൽ നമ്മളൊരു പാർട്ട് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഇൻവെസ്റ്റ് സംവെയർ. അങ്ങനെയാണെങ്കിൽ സ്റ്റോക്സിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അടുത്ത 5 വർഷത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, നമ്മൾ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് വയ്ക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ സാധനം നമുക്ക് മനസ്സിലാവും എന്നുള്ളത്. കാരണം ഇപ്പോൾ ഒത്തിരി അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് യാതൊരു പ്ലാനും ഇല്ലാതെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. പിന്നെ ഇങ്ങനത്തെ എപ്പോഴും നമ്മൾ ഈ ബുൾ റൺ എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ ഒത്തിരി പോൺസി സ്കീമുകളൊക്കെ വരും, ഇഷ്ടംപോലെ. അപ്പോൾ അതിൽ ചെന്ന് പെടാതിരിക്കുക. പിന്നെ കുറേ മണ്ടത്തരങ്ങൾ ഒഴിവാക്കാം. ഈ പലപ്പോഴും ഈ മണ്ടത്തരങ്ങളിൽ വരുമ്പോൾ നമ്മൾ അറിയില്ല. ഇപ്പോൾ വിഷ്ണുവിൻ്റെ പേരിലൊക്കെ ചിലപ്പോൾ ഫേക്ക് അക്കൗണ്ടുകളുണ്ടാവും. ഇതുവരെ അല്ല, എൻ്റെ പേരിൽ കുറച്ച് പൈസ വാങ്ങിച്ച കേസ് ഉണ്ടായിരുന്നു, അത് കുറച്ച് അതുപോലെ. അപ്പോൾ ഇപ്പം എൻ്റെ പേരിലൊക്കെ ഇപ്പോൾ മണി ടോക്സ് നിഖിൽ അടിച്ച മിനിമം ഒരു 15 ഫേക്ക് അക്കൗണ്ട് ഉണ്ടാവും. ഇപ്പം ക്രിട്ടിക്കൽ ടെക്കിന്റെ പേരിൽ കുറച്ച് ഇതുവരെ ആരും പറഞ്ഞറിഞ്ഞില്ല, ഇനി ആരും ഉണ്ടെങ്കിൽ അത് അറിയാൻ കൊള്ളാം. അല്ല, അപ്പോൾ ഈ പറഞ്ഞ സാധനം ഇപ്പോൾ വിഷ്ണു പറഞ്ഞെന്ന് പറഞ്ഞാൽ ദയവ് ചെയ്തിട്ട് ആരും കാച്ചിടല്ലേ, ഇതാണ് വിഷ്ണു. അപ്പോൾ ഈ സാധനം ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഫേക്കുകൾ ഇഷ്ടമായി ചെന്ന് പെടാൻ പോകും. പിന്നെ നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ എപ്പോഴും ഓഫീസിൽ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാമെന്ന് പറയുക, അല്ലെങ്കിൽ വെൽത്ത് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്യാമെന്നൊക്കെ പറയുമ്പോഴും ഒരു കാര്യം എനിക്ക് എപ്പോഴും നമ്മൾ ക്ലയൻസിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ്. കാരണം അറ്റ്ലീസ്റ്റ് ഞങ്ങളെ ചോദ്യം ചെയ്യാനുള്ള വിവരം അവർക്കുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ഓഫീസിൽ ഇപ്പോൾ എപ്പോഴും ഞാൻ ഓഫീസിൽ പുതിയതായിട്ട് വരുന്ന എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, നിങ്ങളിപ്പോൾ ചിലപ്പോൾ സിസ്റ്റത്തിൽ വന്നിട്ട് 3 മാസമോ 1 വർഷമോ ആയിട്ടുള്ളൂ, പക്ഷേ നമ്മളെ ഇവിടെ വരുന്ന ക്ലയൻസ് 3 കൊല്ലവും 5 കൊല്ലമായിട്ട് വീഡിയോ കണ്ടുപിടിക്കണവരാ. അപ്പം നിങ്ങളെക്കാളും വിവരം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സൂക്ഷിക്കുക. അപ്പോൾ അവർ ജെന്യുവിനായിട്ട് കേൾക്കണതാണ്. ഇപ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു 25 വയസ്സായുള്ള കുട്ടീനോട് നമ്മൾ എത്ര വീഡിയോ കാണാൻ പറഞ്ഞാലും ഹീസ് ഡൂയിങ് എ ജോബ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കുന്ന പെർസ്പെക്റ്റീവ് വേറെയാണ്. ചിലപ്പോൾ അവരുടെ ശമ്പളം ചിലപ്പോൾ ഒരു 25,000 രൂപയ്ക്കായിരിക്കും. അപ്പോൾ 25,000 രൂപയിൽ ഇരുന്നിട്ട് 1 കോടി എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ടു മച്ച്. പക്ഷേ ഒരു 5 ലക്ഷം രൂപ ശമ്പളം വാങ്ങണമെന്ന് വെച്ചാൽ ഇത് പോസിബിളാണ്. അപ്പോൾ അവർ കാണുന്നത് സീരിയസ് ആയിട്ടിരുന്ന് കണ്ടിട്ട് ഈ സാധനത്തിലേക്ക് വരുന്നത്.
അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കും വേണം പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനിയുള്ള കാലത്ത് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഇൻകം നമ്മൾ സുരക്ഷിതമാക്കുക. ഇൻകം പോണ വിധത്തിൽ ഒരു കാര്യം ചെയ്യുക, സ്കില്ല് കൂട്ടിക്കൊണ്ടിരിക്കുക, അവനവൻ്റെ മേത്ത് ഇൻവെസ്റ്റ് ചെയ്യുക, അവനവന് കൃത്യമായിട്ട് ഹെൽത്ത് ഉണ്ടാവുക, മനസ്സമാനം ഉണ്ടാവുക. ഇതൊക്കെ ഭയങ്കര ഇത് നമ്മൾ എപ്പോഴും വെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് മറന്നിട്ടാണ്. കാശ് മാത്രമാണ്. ശരിക്കും അതല്ല. ഞാനും നോക്കി, എൻ്റെ ഒരു ആഗ്രഹമാണ് ഇനി കുറച്ച് വെള്ളം കൂടി കഴിഞ്ഞിട്ട് ഒരു 6 pack ഒക്കെ ആയിട്ട് വന്നിരിക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആൾക്കാർ ആയിരിക്കും ഇത് ബോഡിയിലും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണതുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് വരുമ്പോൾ നമ്മൾ മനസ്സമാനം ഒരിക്കലും ചെയ്യണം. പിന്നെ ഇൻകം പോണ ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യാണ്ടിരിക്കുക. നമ്മളെപ്പോഴും ഒരു സ്ഥലത്ത് ബിസിനസ്സിൽ നിന്നാണെങ്കിലും ജോലിയിൽ നിന്നാണെങ്കിലും ഇൻകം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ബി ഗ്രേറ്റ്ഫുൾ ടു ദാറ്റ്. എന്നിട്ട് അവിടെ മാക്സിമം എഫേർട്ട് എടുക്കുക. എന്നിട്ട് ആ കമ്പനീനെ പ്രോഫിറ്റ് ആക്കുക. ആ കമ്പനി പ്രോഫിറ്റ് ആക്കിയാൽ മാത്രമേ നമ്മുടെ സാലറി കൊടുത്തുള്ളൂ. ഈവൻ ഓൺ ബിസിനസ് ആണെങ്കിലും പുറത്തെ ബിസിനസ് ആണെങ്കിലും നമുക്ക് 1 ലക്ഷം രൂപ ശമ്പളം കിട്ടണമെങ്കിൽ നമ്മൾ 10 ലക്ഷത്തിൻ്റെ ബെനിഫിറ്റ് ആ കമ്പനിക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ 1 ലക്ഷം തരുള്ളൂ, അത് അവർക്ക് തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വി വിൽ ബിക്കം വാല്യൂബിൾ ടു ദ കമ്പനി ആൻഡ് ടു ദ സൊസൈറ്റി, എല്ലാവർക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ പൈസ വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഒരു ധാരണയിലെത്താം, ഫാമിലി ആയിട്ടൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദ ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമുക്ക് നല്ലൊരു ഫാമിലി എൻവയോൺമെൻറ്റ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലേ വെൽത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് മനസ്സമ്മാനം പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം. ഇപ്പോൾ ചില ടൈമിലൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഡിവോഴ്സിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഡിസിഷൻ ഒന്നും എടുക്കണ്ട, അത് ക്ലിയർ ആക്കി. ഇപ്പം നമ്മൾ ഡെറ്റ് ഫണ്ട് ഈ സാധനം ഡിസിഷൻ. അപ്പോൾ ഇപ്പോൾ ചില ടൈമിലൊക്കെ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് എ ഫ്യൂച്ചർ. ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇത് ക്ലാരിറ്റി ഉണ്ടാക്കുക, എന്നിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കുക. ആൻഡ് ഇൻ ബിറ്റ്വീൻ നമുക്ക് ചെയ്തിട്ട് ഒന്നും ഉണ്ടാക്കാൻ പോകില്ല. ആൻഡ് ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ശരിയാവത്തുള്ളൂ. ആൻഡ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് എല്ലാവരും വേണം. ഇപ്പോൾ നമ്മൾ പറയും ഇൻഷുറൻസ് നല്ലതാണ്, ഇൻഷുറൻസ് വേണം, ഇൻഷുറൻസ് നല്ലതാണ്. പക്ഷേ ഏത് ഇൻഷുറൻസ് വേണം എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയും ചിട്ടി വേണ്ട ആൾക്കാർക്ക് ചിട്ടി വേണം. ഇനി കട ഉള്ളവർക്കാണെങ്കിൽ ഏത് കടം വെക്കണം, ഏത് കടം വെക്കണ്ട. ഇനി ഈ പറഞ്ഞ റിട്ടയർമെൻറ്റ് ഇത് എല്ലാവരും കൃത്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് മാർക്കറ്റ് എല്ലാ 1-2 വർഷത്തിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ പലപ്പോഴും നമുക്ക് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് എ സമ്മൺ ഹൂ ഇസ് വിത്ത്. ഇപ്പം എനിക്ക് ബയാസ് ഉണ്ടാവും ഞാനിത് പറഞ്ഞത്, കാരണം ഞാനിത് വെൽത്ത് മാനേജ് ചെയ്യണതിൻ്റെ പേരിൽ. പക്ഷെ എന്നിരുന്നാലും അത്യാവശ്യം ഞങ്ങൾ തരുന്ന സീരിയസിൽ സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ പക്ഷെ അതും പറഞ്ഞിട്ട് ഞാൻ എല്ലാവരോടും ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയണം, ഞാൻ എല്ലാവരും ഒരു അഡ്വൈസറുടെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴും ഞാനതൊരു ആസ്ട്രിക്സ് ആയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ട, അത് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ കഴിവുള്ളവരെങ്കിൽ അവർക്ക് തന്നെ ചെയ്യാം. പക്ഷേ അവർ മനസ്സിലാക്കണം ആ ഡ്യൂ ഡെലിജൻസ് എടുക്കാൻ ആ ബിഹേവിയറൽ പാറ്റേൺ അവർക്ക് ഉണ്ടോന്നുള്ളത്. ഇത് ബിഹേവിയറാണ്. കട്ട് ചെയ്യുന്നിടത്ത് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇതിൽ ശരിക്കും പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ വിഷ്ണു എന്നാ പറഞ്ഞത്, വിഷ്ണുവിൻ്റെ കഴിവ്, വിഷ്ണുവിൻ്റെ ഏതെങ്കിലും ഇത്ര നാളത്തെ കാര്യത്തിൽ ബിഹേവിയർ ഓർ യുവർ എബിലിറ്റി ടു സീ ദ മാർക്കറ്റ്, ഏതാണ് കാര്യം? അല്ല, എന്റെ ബിഹേവിയർ ഞാൻ രണ്ടാമത് നോക്കുകയുള്ളൂ. ഹൗ ഐ ക്യാൻ ഏബിൾ ടു വാച്ച് ദ മാർക്കറ്റ്. അല്ല പക്ഷേ ലാസ്റ്റ് അവസരം പറഞ്ഞാൽ എന്റെ ബിഹേവിയർ കറക്റ്റ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഏതാണ്? ബിഹേവിയറിൽ ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ നോക്കി എത്ര ഞാൻ പറഞ്ഞാലും ഇറ്റ്സ് എ ബിഹേവിയർ. ഇപ്പോൾ ഞാൻ ഓഫീസിൽ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഈ പറഞ്ഞ ബെസ്റ്റ് ഫണ്ടൊന്നുമല്ല, ആ ബിഹേവിയർ കറക്റ്റ് ആക്കണത് മാത്രമാണ്. നമ്മൾ എത്ര ആരും നമ്മൾ എല്ലാ പ്ലാനും വെച്ചാലും നമ്മൾ അവിടെ പോയി ഇരുന്നത് അപ്രോച്ച് ചെയ്യുന്ന രീതി കറക്റ്റ് അല്ലെങ്കിൽ മൊത്തത്തിൽ ആ പ്ലാൻ തെറ്റായി. ഇവൻ നിങ്ങൾ ഒന്ന് വീട്ടിൽ തല്ലുപിടിച്ച് വന്നിട്ട് മാർക്കറ്റിന് മുന്നിലിരിക്കും. ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്. അന്ന് വേറെ ഇത്, അന്ന് വേറെ മൂടായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സാധനം എന്റെ വൈഫിന്റെ പറഞ്ഞു, ഇന്ന് നീ കാലത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈകിട്ട് വന്നിട്ട് പറയാൻ, കാലത്ത് ഇറങ്ങുമെന്ന് പറയുന്നത്. അല്ല, ഇത് നിങ്ങളുടെ കാര്യം ഓരോ ദിവസത്തെ കാര്യമാണ് ടൈം ചെയ്യണതായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യം 10 വർഷം അടുപ്പിച്ചുള്ളതാണ്. നമ്മൾ വെൽത്ത് ക്രിയേഷൻ ടൈമിൽ വി ആർ ടോക്കിംഗ് അബൌട്ട് 10 years, ലോങ് ടൈം. അപ്പോൾ നമ്മൾ നോക്ക്, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും വർത്തമാനം പറയുന്ന സമയത്ത് ഒന്ന് വിഷ്ണുവിനൊന്ന് ബാക്കിലേക്ക് എടുത്ത് നോക്കി. വിഷ്ണു ബാച്ചിലർ ആയിരുന്ന ടൈമിൽ എങ്ങനെ തിങ്ക് ചെയ്തിരുന്നത്, കല്യാണം കഴിഞ്ഞപ്പോൾ എങ്ങനെ തിങ്ക് ചെയ്യണത്, അച്ഛനായപ്പോൾ എങ്ങനെയാണ് തിങ്ക് ചെയ്യണത്, രണ്ടാമത് അച്ഛനായപ്പോൾ എങ്ങനെയാണ് തിങ്ക് ചെയ്യണത്, ബിസിനസ് ഓണർ ആയപ്പോൾ എങ്ങനെയാണ് തിങ്ക് ചെയ്യണത്, ഇതെല്ലാവരും വ്യത്യാസമല്ലേ? അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഫേസിലും കൂടി പോയിട്ടാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ എല്ലാ ടൈമിലും ഇത് വ്യത്യാസം. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ആവുള്ളൂ. വി ആർ ടോക്കിംഗ് അബൌട്ട് വെൽത്ത് ക്രിയേഷൻ. അപ്പോൾ ഈ പറഞ്ഞ ജേണി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഒരു 10 വർഷത്തേണെന്നുണ്ടെങ്കിൽ ഇന്ന് 10 വർഷം തുടങ്ങണേക്കാളും നമ്മൾ വിചാരിക്കും
1 കോടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ തൃപ്തനായിരുന്നു. പക്ഷെ 10 വർഷം കഴിഞ്ഞിട്ട് 1 കോടി കിട്ടിക്കഴിഞ്ഞാൽ അന്ന് മിക്കവാറും അതിന് ഒരു 35 ലക്ഷത്തിന് 50 ലക്ഷത്തിന്റെ വാല്യൂ ഉള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ 3 കോടി ഉണ്ടാക്കണം ഈ പറഞ്ഞത്. അപ്പം ഇറ്റ് മാറ്റേഴ്സ് അലോട്ട് ഈ പറഞ്ഞ സാധനം. അപ്പം ഇതും കൃത്യം. അപ്പം പണം മാനേജ് ചെയ്യുന്ന ടൈമിൽ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻഫ്ലേഷൻ വെരി ക്ലിയർലി, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെരി ക്ലിയർലി. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ അങ്ങനെ മറ്റേ കുറച്ചുകൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഈ സാധനം മനസ്സിലാക്കുന്ന ടൈമിൽ നമുക്ക് അതേമാതിരി ആസ്പിറേഷൻസ് വ്യത്യാസം വരും. ഇപ്പം ചിലപ്പോൾ ചിലപ്പോൾ ഒരു ഇപ്പം നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ടൈമിൽ ഇയർലി ഫീസ് എത്രയായിരുന്നു? എനിക്ക് 1600 രൂപ വർഷമുള്ളൂ. ഇന്ന് നിങ്ങളുടെ കൊച്ചിനെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? എൻ്റെ മോളിലെ ഒരു മാസത്തെ ഫീസ് 4ാം ക്ലാസ്സിൽ 2ിലല്ലേ പഠിക്കുന്നത്? മുത്തല് 2ല്. 2ിൽ കൊച്ചിൻ്റെ ഫീസ് എത്ര? അതിൻ്റെ 10 ഇരട്ടി അടുപ്പിച്ച് ഒരു ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 30 ടൈംസ് ആണ് ഇയർലി ഫീസ് വരുന്നത്. ഇനി വിഷ്ണു എന്താ ഡിഗ്രിക്ക് പഠിച്ചത്? ഞാൻ ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സ്, BSc ഫിസിക്സ്. ഈ കൊച്ചി BSc പഠിക്കുമോ? ഇല്ല. അവൾക്ക് വേറെ ആസ്പിറേഷൻ. അവൾക്ക് വേണ്ടത് എന്ത് പേര് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പം അവൾ പഠിക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേര് പോലും നമുക്കറിയില്ല എന്താണെന്നുള്ളത്. ചിലപ്പോൾ ഈ കൊച്ചു പറയുന്നത് നമുക്ക് US പോയി പഠിക്കണം എന്ന് പറയും. അത് ഇപ്പം പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവൾക്ക് ചിലപ്പോൾ ചിലപ്പോൾ നാളെ പഠിക്കാൻ പോണ കോഴ്സ് ചിലപ്പോൾ ഐഫോണിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഐഫോണിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ത് ചെയ്യുന്നുള്ള കോഴ്സായിരിക്കും കൊച്ചു പഠിക്കാൻ പോണത്. എത്ര രൂപ ഫീസ് വരും? ഒരു 5 CR അല്ലെങ്കിൽ 5 CR മിനിമം എങ്കിലും ഇപ്പോഴത്തെ US കൾച്ചറൽ സിസ്റ്റം വെച്ച്. അപ്പോൾ ഇത് വരുന്ന സമയത്ത് ദാറ്റ് മീൻസ് 2 പിള്ളേർ, അപ്പോൾ 10 കൂടി അവിടെ പോയി. ഞാൻ അതിന്റെ ഡബിൾ കണക്കാക്കിയിട്ട്. ഇനി കൊച്ചിൻ്റെ കല്യാണം നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കണം. ഇനി നിങ്ങളുടെ റിട്ടയർമെൻറ്റ്. വിഷ്ണു ഒരു 100 വയസ്സ് വരെ ജീവിച്ചിരിക്കണം. അപ്പോൾ ഇനി അതിലൊരു ഇപ്പോൾ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ 70 വയസ്സ് കഴിഞ്ഞ് യു മേ വാണ്ട് ടു സ്ലോ ഡൗൺ ആൻഡ് ഇൻകം ഹാസ് ടു കം ഫ്രീ ഫ്ലോ. അപ്പോൾ ഇത് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര രൂപ വേണം? സോ യു നീഡ് ടു ഹാവ് ദാറ്റ് റോഡ് മാപ്പ്. ഇത് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ചിലപ്പോൾ ഇതൊരു ഭയങ്കര അംബീഷ്യസ് ആയിട്ട്, പക്ഷേ ഇത് നോർമൽ, ഇത് അംബീഷ്യസ് അല്ല. നമ്മുടെ നോർമൽ അന്ന് ഞാൻ ജീവിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. ഇത് ഞാനീ പറഞ്ഞത് വളരെ നോർമലാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് വിചാരിച്ചാൽ മതി. ഇപ്പോൾ മോൾക്ക് ഇപ്പോൾ പറയണമെങ്കിൽ ചിലപ്പോൾ എങ്ങനെയും 1 ലക്ഷത്തിനടുത്ത് ഫീസ് കൊടുക്കേണ്ടതെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ അപ്പോൾ വിഷ്ണു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാ വിഷ്ണുവിൻ്റെ കൊച്ചിന് 1 ലക്ഷം രൂപ ഫീസ് കൊടുക്കാനുള്ള കപ്പാസിറ്റി വിഷ്ണുവിനുണ്ടെന്നുള്ളത്? ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എങ്ങനെ ഈ പരീക്ഷ പാസ്സാവുന്ന അല്ല, അന്ന് ആലോചിച്ചാലും നമ്മൾക്ക് ഇത് തിങ്ക് ചെയ്യാൻ, ഡിഗ്രിക്കല്ല ഫസ്റ്റ് ജോലി കിട്ടിയ ഇത് ചിന്തിക്കാൻ ധൈര്യം വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ദിസ് ഈസ് റിയാലിറ്റി. അപ്പോൾ നമ്മൾ പറയും ഇൻഫ്ലേഷൻ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 7% വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ 15%. മെഡിക്കലിൻ്റെ ഇൻഫ്ലേഷൻ ഇത് തന്നെയാണ്. അപ്പോൾ മെഡിക്കലും എഡ്യൂക്കേഷനും വി ഹാവ് ടു. അപ്പം ഇനി കൊച്ചിന് മൂത്ത മോൾക്ക് 17 വയസ്സായി കഴിഞ്ഞാൽ ദെൻ യു ആർ സ്പെൻഡിങ് ഇയർ സ്റ്റാർട്ടഡ്. കാരണം ഇവള് 17 വയസ്സ്, ഇയാൾ PGക്ക് പോകുമ്പോൾ രണ്ടാമത്തത് UGക്ക് ഡിഗ്രിക്ക് എത്തി. ഇനി അടുത്ത ആള് PGക്ക് എത്തിക്കുമ്പോൾ മൂത്ത ആൾ ചിലപ്പോൾ കല്യാണം കഴിക്കാറായി. സോ ആ ഒരു തിങ്കിങ്, ഒരു 10 വർഷം ഇസ് സ്പെൻഡിങ് ഇയർ. അപ്പം സോ ഇത് മനസ്സിൽ ഞാനിത് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. പക്ഷേ ഈ പറഞ്ഞ ഒരു 5-10 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ യു നീഡ് ടു ഹാവ് എ ക്ലിയർ കാൽക്കുലേഷൻ. ഇത് അങ്ങനെ വന്നിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര വലിയ ടെൻഷൻ ഇല്ലാതെ നമുക്ക് യു വിൽ ഹാവ് എ ടെൻഷൻ. പക്ഷേ ഇത് ചെയ്യും തോറും നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡ് കൂടിക്കൊണ്ടിരിക്കും, ടെൻഷൻ കുറയും, നമുക്കൊരു അച്ചീവബിലിറ്റി ടാർഗറ്റ് നമ്മുടെ മനസ്സിലേക്ക് വന്നു. യു ഗെറ്റ് എ ഹോപ്പ് ദാറ്റ് യു ആർ മേക്കിംഗ് ഇറ്റ്. യു ആർ മേക്കിംഗ് ഇറ്റ്, യു ആർ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. അപ്പോൾ അത് വരുമ്പോൾ ദാറ്റ് ഈസ് വെയർ വി sit and play around with the people. അപ്പോൾ നമുക്കൊരു ഫാസ്റ്റ് എല്ലാവരും പാലിക്കേണ്ട ഒരു ഫിനാൻസ് റൂൾ എന്താണ്? എല്ലാവരും പാലിക്കേണ്ട ഒരു ഫിനാൻസ് റൂൾ എന്ന് വെച്ചാൽ ഇൻകം ഉണ്ടാക്കുക, ചെലവിനേക്കാളും കുറച്ച്. സ്റ്റോക്സ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് എന്തായിരിക്കും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്? ഞാൻ ജനറൽ പബ്ലിക്കിനാണെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയും, സ്റ്റോക്കല്ല മ്യൂച്വൽ ഫണ്ട് എന്ന് പറയും. സ്റ്റോക്ക് എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്നെ ഓഫീസിലെ ആൾക്കാരുടെ ഇടിക്കും. മ്യൂച്വൽ ഫണ്ട്. ക്രെഡിറ്റ് കാർഡ് ഒരു ബ്ലെസ്സിങ് ആണോ ഒരു കേഴ്സ് ആണോ? രണ്ടുമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഐ തിങ്ക് ഐ ഷുഡ് സേ ഇറ്റ് ആസ് എ ബ്ലെസ്സിങ്. പക്ഷേ ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു യൂസ് ഇറ്റ്, ഇറ്റ്സ് എ കേഴ്സ്. ഇപ്പോൾ റിച്ച് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൽ ഉത്തരം പറയാം. വാട്ട് ഈസ് റിച്ച്? സന്തോഷം. അപ്പം ഇത്രയും നമ്മളെ കൂടെ ഇരുന്നതിനും നമ്മളെ കൂടെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിനും നിഖിൽജിയോട് ക്രിട്ടിക്കൽ ടെക്കിൻ്റെ ഒരു നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനിയും നിഖിൽജിക്ക് ഇതേപോലെ ഫിനാൻഷ്യലിൽ വെൽത്ത് മാനേജ്മെൻറ്റിൽ നല്ല രീതിയിൽ ഉയരങ്ങളിലേക്ക് എത്താൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു നിഖിൽജി. ശരി, താങ്ക് യു.